ഹരി ഓം. എല്ലാ സാധകർക്കും ഒരിക്കൽ കൂടി മീറ്റ് മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ സത്സംഗം വളരെ പ്രത്യേകതയുള്ളൊരു സത്സംഗമാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ മലയൻകീഴുള്ള സനാതന സത്സംഗ ആശ്രമത്തിൽ നടന്ന ഒരു മഹത്തായൊരു ചടങ്ങിനെക്കുറിച്ച് സാധകരോട് അറിയിക്കാനായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സത്സംഗം. നമുക്കറിയാം, മലയൻകീഴ് സനാതന സത്സംഗാശ്രമത്തിലെ ആചാര്യൻ യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജാണ്. കഴിഞ്ഞ ആഴ്ചയിൽ അവിടെ നടന്ന ഒരു പ്രധാന ആഘോഷം അല്ലെങ്കിൽ ഒരു മഹത്തായിട്ടുള്ളൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് നമ്മൾ സാധകരെ അറിയിക്കുകയാണ്. ശ്രീ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ മണ്ഡൽ മഹന്തായിട്ട്, തിരുവനന്തപുരത്തെ മണ്ഡൽ മഹന്തായിട്ട് ശ്രീ യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജിനെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് അവരോധിച്ച ഒരു മഹത്തായിട്ടുള്ള ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. അവിടെ നടന്ന ചടങ്ങ് എന്തുകൊണ്ടും നമുക്കെല്ലാവർക്കും ഒരു പുണ്യമായിട്ട് തന്നെ കരുതാം. കേരളത്തിലെ ആവാഹൻ അഖാഡയുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മഹന്താണ്, മണ്ഡൽ മഹന്താണ് യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്. അപ്പം ഇന്ന് നമുക്ക് ലഭിച്ച ഒരു പുണ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ നമുക്ക് മീറ്റ് മീ മെഡിറ്റേഷൻ സെൻറ്ററിൽ ലഭിച്ചു. എന്താണ് അവിടെ നടന്ന ആ ചടങ്ങ്, അതിൻ്റെ മാഹാത്മ്യം എന്താണ്, അതെല്ലാം നമുക്ക് സ്വാമിജിയിൽ നിന്ന് തന്നെ കേട്ടറിയാം, ചോദിച്ചറിയാം. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്വാമിജി നമസ്തേ. സ്വാമിജി, അങ്ങ് ഇപ്പോൾ കേരളത്തിലെ തന്നെ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ ആദ്യത്തെ മണ്ഡൽ മഹന്താണ്. ഈ ഒരു സ്ഥാനം, മഹത്തായിട്ടുള്ള ഈ ഒരു സ്ഥാനം അങ്ങ് പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. അപ്പം അവിടെ നടന്ന ആ ഒരു ചടങ്ങിനെക്കുറിച്ചും അതിൻ്റെ ആ ഒരു മഹത്വത്തെക്കുറിച്ചും എന്താണ് അവിടെ നടന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം. ഓം പരമഗുരുവേ ചിന്താലേശ്വരായ ഓം ദുർഗാനന്ദായ ഓം പ്രഭാകരാനന്ദായ. പരമഗുരുവേ, ഇത് അപ്രതീക്ഷിതമായി ഒരു ദൗത്യം ദൈവനിയോഗത്താൽ, ഗുരുപരമ്പരയുടെ അനുഗ്രഹത്താൽ വന്നു ഭവിച്ചതാണ്. ഇത് എൻ്റെ മനസ്സിൽ പതിഞ്ഞ കാര്യം ആയിരുന്നില്ല. ആ പരബ്രഹ്മ സ്വരൂപം പല രൂപേണ, പല നാമത്തിൽ, പല ഭാവത്തിൽ എന്നിലൂടെ ഭഗവാൻ എന്തോ ചെയ്യിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഭഗവത് ചൈതന്യം എന്നിലൂടെയും എൻ്റെ സമകാലികരായ ഓരോ ആത്മാക്കളിൽ കൂടിയും ഈ കലിയുഗത്തിൽ സനാതനധർമ്മത്തിൻ്റെ മൂല്യച്യുതി വന്നത് കാരണം, ഓരോ ജന്മങ്ങൾക്കും ഓരോ ജന്മനിയോഗമുണ്ടല്ലോ, ആ മൂല്യച്യുതിയിൽ നിന്ന് ഭഗവാന്, ആ ഈശ്വര ചൈതന്യത്തിന്, പടച്ച തമ്പുരാന്, ആ സദാശിവ ചൈതന്യത്തിന് എന്തൊക്കെയോ ഉണർത്തിയെടുക്കാമുണ്ട്. അതിന് സജ്ജനങ്ങളായ ഗുരുപരമ്പരയുടെ ഗുരുത്വത്തിൽ ഈശ്വര ചൈതന്യം പ്രേരിപ്പിക്കുന്നു. അതിൻ്റെ ഒരു കണ്ണിയാകാൻ ഈയുള്ളവനും പ്രകൃതി മാതാവ് അനുഗ്രഹിച്ചിരിക്കുന്നു. അതിന് എൻ്റെ സമകാലികരായ എല്ലാ ഗുരുപരമ്പരയുടെയും
മഹത്വത്തിലൂടെ, ഏകത്വത്തിലൂടെ ഭാരത സനാതന ധർമ്മത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതിയിൽ നിന്ന് ഓരോ ബോധതലത്തിലേക്കും ആത്മാർത്ഥതയും എന്താണ് എന്ന് അറിവില്ലാത്ത അല്ലെങ്കിൽ അജ്ഞാനത്തിൽ കിടക്കുന്ന ഒരു ജനതയെ ഉണർത്തി ഉയർത്തി ഉദിപ്പിക്കുന്നതിന് വേണ്ടി ഓരോ ജീവൻ്റെയും വില മഹത്വരമാണെന്നും അവരെല്ലാം ബോധവാന്മാരാകണമെന്നും ലോകം ഒരു വസുദേവക കുടുംബമാകണമെന്നും ഈശ്വരന് നിശ്ചയം കാണുമായിരിക്കാം. അതിനായിരിക്കാം എല്ലാ കാലത്തും ഈ സനാതന ബോധം പ്രവർത്തിക്കുന്ന ഓരോ ഗുരുപരമ്പരയും ആത്മാർത്ഥമായിട്ട് ഈ കർമ്മം ചെയ്യുവാൻ ഈശ്വര പ്രേരണയുണ്ടാകുന്നു. താൻ ചെയ്യുന്നതിന് ഫലം സർവേശ്വരൻ തരുമെന്നുള്ളതിൻ്റെ മഹത്തായ ഉദാഹരണമാണ് ഈ ഉള്ളവൻ്റെയും ജീവിത അനുഭവം. കാരണം അജ്ഞാനത്തിൻ്റെ അഗാധ ഇരുട്ടിൽ നിന്ന് ഓംകാരത്തിൻ്റെ വെളിച്ചമായി വന്ന് ആ ഗുരുപരമ്പര എന്നിലേക്ക് ഈശ്വരനെ, ദൈവത്തെ, ബ്രഹ്മത്തെ, സദാശിവത്തെ, നാശമില്ലാത്ത ആ ചൈതന്യത്തെ എന്നിലേക്ക് എത്തിക്കുവാൻ എൻ്റെ സമകാലികരായ ഗുരുപരമ്പര എനിക്ക് വേണ്ടി തന്ന അനുഗ്രഹം വളരെ വളരെ മഹത്തരമാണെന്ന് ഈയുള്ള മനസ്സിലാക്കുന്നു. പ്രത്യക്ഷ ദൈവമാണ് ഒരു ഗുരു. അത് ആരുടെ ജീവിതത്തിലും ഗുരുത്വം തെളിഞ്ഞാൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും ആ ഈശ്വര ബോധം സിദ്ധിക്കുകയും അതിലൂടെ ആത്മാർത്ഥത തെളിയുകയും ചിന്തകൾ, വാക്കുകൾ, കർമ്മങ്ങൾ, ഭാവനകൾ ഇതെല്ലാം വിടർന്ന് ആ മാനവ വിളക്ക് പ്രകാശിപ്പിക്കുമെന്ന് അറിഞ്ഞവർ പറയുകയും ഈയുള്ളവൻ്റെ കൊച്ചറിവിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ഓരോ ഭാരത ജനതയുടെയും ഹൃദയങ്ങളിലേക്ക്, ഓരോ ഭവനങ്ങളിലേക്ക് ആത്മാവിൻ്റെ, ജീവൻ്റെ, ജീവിതത്തിൻ്റെ സർവരക്ഷാധികാരി ആ സർവശക്തനായ ഈശ്വര ചൈതന്യമെന്ന് പറഞ്ഞു കൊടുക്കാനും പ്രേരിപ്പിക്കുവാനും അവരെ ജീവിതത്തിൻ്റെ മഹാസിംഹാസനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനും ആയിരിക്കാം ഇങ്ങനെയുള്ള ഒരു ദൗത്യം ഭഗവാൻ എന്നിലൂടെ ഗുരുക്കന്മാരിലൂടെ എനിക്ക് വന്ന് ഭവിച്ചതായിട്ട് ഞാൻ കാണുന്നു. ഈ മഹനീയമായ ദൗത്യത്തിന് ഈയുള്ളവൻ കെൽപ്പുള്ളവനല്ല, പക്ഷേ ആ ബ്രഹ്മവും ആ സരസ്വതിയും ഒത്തുചേർന്ന് ഓരോ സ്ഥിരമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കും പോലെ എന്നിലും വന്ന് വിളയാടി വരും തലമുറയെ ഉദ്ധരിക്കുവാനായിരിക്കണം എന്ന് ഈ എളിയവൻ വിശ്വസിക്കുന്നു. ആ പരമഗുരുക്കന്മാർക്കും ആ സൃഷ്ടാവായ ആ പടച്ച തമ്പുരാനും തൻ്റെ പുരത്തിൻ്റെ അവകാശി താനല്ല, തന്നിൽ കുടികൊണ്ടിരിക്കുന്ന ആ സദാശിവ രഹസ്യം ഈശ്വരൻ ഓരോ മക്കൾക്കും പറഞ്ഞു കൊടുക്കുവാൻ ഈയുള്ളവനെ ഭാഗപത്രമാക്കിയതിൽ ഗുരുപരമ്പരയ്ക്കും സൃഷ്ടാവിനും വളരെ വളരെ ആദരവോടുകൂടി ആ പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത്രയാണ് എനിക്ക് ഈ മഹനീയമായ ഈ മഹന്ത് മണ്ഡൽ മഹന്തായിട്ട് പ്രഖ്യാപിച്ച ഈ അഭിഷേക ദൗത്യത്തിലൂടെ എന്നിൽ അർപ്പിച്ചിരിക്കുന്നത്. അതെനിക്ക് ശക്തിയും ചൈതന്യവും ഉണർവും ഉത്സാഹവും അറിവും തിരിച്ചറിവും അനുഗ്രഹവും തന്ന് ആ ജഗദീശ്വരൻ എന്നെ വഴി നടത്തും പോലെ ഓരോ ഭാരതീയനെയും പവിത്ര ജന്മമെന്ന് തിരിച്ചറിയുവാൻ അവരവർക്ക് വെളിച്ചം പകരുവാൻ ദൈവം എന്നിലേക്ക് ഇറങ്ങി വന്ന് അവരിലേക്ക് പ്രകാശം ചൊരിയണമേ എന്ന പ്രാർത്ഥനയും ആണ് ഞാൻ ഇതിൽ കാണുന്നത്. ഈയുള്ളവന് ും
ഈശ്വരൻ പ്രവർത്തിക്കണം. ഈ ലോകത്ത് സമകാലികരായ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ആത്മവിശ്വാസവും ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകട്ടെ. എല്ലാവരുടെ ജീവിതത്തിലും ആ വെളിച്ചം വീശട്ടെ എന്ന് നമിക്കുന്നു. സ്വാമിജി, കഴിഞ്ഞ നവംബർ 15-ാം തീയതിയാണ് അങ്ങേ ഈ ഒരു സ്ഥാനം അങ്ങേക്ക് ലഭിച്ചത്. അങ്ങയുടെ ഗുരു തന്നെ, അതായത് പഞ്ചദശനാമ ആവാഹന അഖാഡയുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മഹാമണ്ഡലേശ്വരായിട്ടുള്ള പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ് അങ്ങേക്ക് ഈ ഒരു മണ്ഡൽ മഹന്ത് എന്നുള്ള ആ ഒരു പദവി നൽകി അവരോധിച്ചത്. അപ്പോൾ ആ ഒരു ചടങ്ങ് അങ്ങയുടെ ആ കാഴ്ചപ്പാടിൽ എങ്ങനെ അങ്ങയിൽ മാറ്റം വരുത്തി, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, അവിടെ നടന്ന ചടങ്ങുകളെക്കുറിച്ചും ഒന്ന് വിശദീകരിക്കാമോ നമ്മൾ സാധകർക്ക് വേണ്ടിയിട്ട്? അതിൻ്റെ ആ ഒരു ചടങ്ങിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ നമ്മുടെ ഈ സത്സംഗത്തിൽ ഉൾപ്പെടുത്തും, എന്നാലും അങ്ങയിലൂടെ അത് സാധകരിലേക്ക് ഒന്ന് അറിയിക്കാമോ എന്തായിരുന്നു? നേരത്തെ ഇതിൻ്റെ ആവാഹൻ അഖാഡയുടെ പ്രതിനിധികൾ ഗുരുവായൂർ വന്ന് സന്ധിച്ചായിരുന്നു. ഗുരുവായൂർ ഒരു ആശ്രമത്തിൽ വെച്ച് അവിടെ സാധു കൃഷ്ണാനന്ദ സ്വാമിജിയുടെ സാന്നിധ്യത്തിൽ ഈയുള്ളവനെ കേരളത്തിലെ തിരുവനന്തപുരത്തിലെ മണ്ഡൽ മഹന്തായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അത് പ്രകാരം അവിടുത്തെ ഉത്തരേന്ത്യയിലെ ആശ്രമത്തിലെ നിർദ്ദേശപ്രകാരം ദക്ഷിണ ഭാരതത്തിലെ പ്രഥമ മഹാമണ്ഡലേശ്വരായ എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥനായ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് 14-ാം തീയതി ട്രെയിൻ മാർഗം തിരുവനന്തപുരത്ത് വരികയും അവിടെ നിന്ന് ഇപ്പോൾ സന്യാസി ദീക്ഷ കിട്ടിയ തിരുവനന്തപുരത്ത് തന്നെ മാതാജിയുടെ വണ്ടിയിൽ നമ്മുടെ ആശ്രമത്തിൽ വരികയും ആ ആശ്രമത്തിൽ നമ്മുടെ ആശ്രമത്തിൽ വന്നിട്ട് അദ്ദേഹം ഹോമ കാര്യങ്ങളും ഇതെല്ലാം അതിൻ്റെ വിധിപ്രകാരം ചെയ്യുവാൻ 14-ാം തീയതി മുതൽ ഇതിൻ്റെ കലശാഭിഷേകത്തിൻ്റെയും ഹോമങ്ങളുടെയും ചുമതല ഏൽക്കുകയും 15-ാം തീയതി മണ്ഡൽ മഹന്തായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപിക്കുന്ന ചടങ്ങിൽ മഹാ വ്യക്തിത്വങ്ങൾ നമ്മുടെ ആശ്രമ സന്നിധിയിൽ ഈ മഹനീയ കർമ്മത്തിൽ പങ്കെടുക്കുകയുണ്ടായി. അത് വളരെയധികം ശാരീരിക ബുദ്ധിമുട്ട് നേരിട്ടുകൊണ്ട് ഇരിക്കുന്ന പൂജനീയ സ്വാമിജി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് കോയമ്പത്തൂരിൽ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആണ് വന്ന് ഈ മഹനീയമായ കാര്യത്തിൻ്റെ മുഖ്യ അതിഥിയായി വന്ന് അനുഗ്രഹിച്ചത്. അതുപോലെ തന്നെ ബാലരാമപുരം മീ ധ്യാനാചാര്യൻ ശ്രീമദ് അവധൂത് ഗുരുപ്രസാദ് ജി, ആറ്റുകാൽ സ്വാമി പ്രഭാകരാനന്ദജി, പാച്ചല്ലൂർ സ്വാമി വേണുഗോപാൽജി, വലിയശാല അന്നം പരബ്രഹ്മാശ്രമം ആചാര്യൻ സ്വാമി യോഗി മണികണ്ഠാനന്ദജി, ഗുരുകൃപാശ്രമത്തിലെ ആചാര്യൻ സ്വാമി സതീശാനന്ദ സരസ്വതി, സനാതന ചിന്തകൻ KG മനോജ് ജി, കൊല്ലംകുണം കൃഷ്ണാനന്ദ സ്വാമിജി, ഡോക്ടർ സജിതാഭദ്രൻ, സനാതനാചാര്യൻ അശോക് വിട്ടിയം, സ്വാമി രാജവൈദ്യം മോഹൻലാൽ ജി,
പുത്തൂരം സുരേഷ് നാടാർജി, ആചാര്യൻ ശ്രീധരൻ നായർജി, സ്വപ്നശ്രീ രത്നാകരൻ നായർജി, ബാലുജി, ഹിന്ദു ഐക്യവേദിയുടെ വേലായുധൻ അവർകൾ, മലയങ്കിഴ് കണ്ണൻ, കളരി ഗുരുക്കൾ അജി കുമാർ എന്നീ മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ, അനവധി പുണ്യാത്മാക്കളുടെ മുഖ്യ സാന്നിധ്യത്തിലാണ് ഈ മഹനീയമായ കർമ്മം അവിടെ നടന്നത്. ഇതെല്ലാം ആ പ്രകൃതി മാതാവിൻ്റെ, നമ്മുടെ എല്ലാ അമ്മയാണ് ഈ പ്രകൃതി. ഇതിന് നിദാനമായിരിക്കുന്ന ആ പരബ്രഹ്മമായിരിക്കുന്ന സദാശിവ ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണ്, അനുഗ്രഹത്തിലാണ് ഇതെല്ലാം നടന്നു കിട്ടിയത്. അതുകൊണ്ട് ഈ വരും തലമുറ ഈ അനുഗ്രഹ രഹസ്യം എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ഈശ്വരൻ നമ്മിലേക്ക് ഇറങ്ങി വന്ന് വരും തലമുറയെ ഉയർത്താനായിരിക്കാം എന്നെ ഈ ചുമതല ഏൽപ്പിച്ചതായിട്ട് ഞാൻ കാണുന്നു. അതിലൊരു ആനന്ദം, ജീവിതത്തിനൊരു ആനന്ദമുണ്ട് എന്ന് ഞാൻ ഇതിൽ അറിയുന്നു. ഇതൊന്നും ഞാൻ കൊതിച്ചതല്ല, ഇതെല്ലാം ഭഗവാൻ വിധിച്ചു വച്ചിരിക്കുന്ന ആണ്. ആ ഭഗവാനെ ചേർത്ത് പിടിക്കുക. രൂപമേതായാലും ഭാവമേതായാലും നാമമേതായാലും ദൈവമുണ്ട്. ആ ദൈവരഹസ്യം നമ്മുടെ ഭാരതത്തിൽ പിറന്ന ഓരോ മക്കളും അറിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ സുഹൃതമാണ് ഒരു വിവേകമുദിച്ച ഒരു സന്തതി. ഓരോ ഭവനങ്ങളിലും ഓരോ അണുവിലും ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ. ഇനിയൊരു ജന്മം അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അത് ഭാരതത്തിൽ തന്നെ പിറക്കണം. അത് പരമ അറിവ് നമ്മിലേക്ക് തരുവാൻ ഈശ്വരൻ ഗുരുക്കന്മാരുടെ രൂപത്തിൽ വരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഗുരുമഹിമ അപാര മഹിമയാണെന്ന് എൻ്റെ ഗുരു എന്നെ ഉപദേശിച്ചു. ആ ഗുരുവിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം പറയാൻ കഴിയുന്നത്. സ്വാമിജി, അങ്ങേക്ക് ലഭിച്ച ഈ ഒരു ആദരണീയമായിട്ടുള്ള സ്ഥാനം, മണ്ഡൽ മഹന്ത് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. എന്താണ് അങ്ങയുടെ ഈ ഒരു സ്ഥാനം ലഭിച്ചതിന് ശേഷമുള്ള ഭാവി പരിപാടികളിൽ നിന്ന് അറിയാൻ താല്പര്യമുണ്ട്? സമകാലികരായി നിൽക്കുന്ന ആത്മീയ ഗുരുക്കന്മാരെയും നിർദ്ദേശത്തിലൂടെ അവരുടെ പങ്കാളിത്തത്തോടു കൂടി നമ്മുടെ തിരുവനന്തപുരം മുതൽ നമ്മുടെ ഈ ആശ്രമത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ആ പ്രഭ ഓരോ ആശ്രമത്തിൻ്റെയും ഓരോ ആചാര്യന്മാരുടെയും ബോധതലത്തിലൂടെ കൂട്ടുചേർന്ന് കൂടിയാലോചിച്ച് സന്യാസിമാർ സാധാ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹൈന്ദവ സംഘടനകളുടെ കൂട്ടായ്മയിലൂടെ സാഹോദര്യത്തിലൂടെ ഐക്യത്തിലൂടെ ദേശസ്നേഹമുള്ള മക്കളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ആത്മവിശ്വാസമുള്ള കുട്ടികളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി, ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി അക്ഷരം എങ്ങനെ വിനിയോഗിക്കണം എന്ന്, അക്ഷരത്തിൻ്റെ മഹിമ എന്താണ്, ഒരു വിട്ടുവീഴ്ചയുടെ മഹിമ എന്താണ്, ഓരോ ജന്മവും ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ 5 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഒരു ആത്മീയ അറിവ് പകർന്നു കൊടുത്ത് മാതാപിതാക്കളുടെ സഹകരണത്തോടുകൂടി ഓരോ കൂടുന്ന ഇമ്പമുള്ള കുടുംബങ്ങളാകുവാൻ ഓരോ ദേശത്തും ഇറങ്ങിച്ചെന്ന് ഈ ആത്മരഹസ്യം
ആത്മാർത്ഥ ജീവിതത്തിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുവാനും ആ വെളിച്ചം ഓരോ ഹൃദയങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിപ്പെട്ട് അവരെ ഈശ്വരൻ്റെ സവിധത്തിലേക്ക് എത്തിക്കുവാൻ. നമുക്കറിയാം, ഈശ്വരനെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ അഹോരാത്രം പാടുപെട്ടവരാണ് നമ്മുടെ ഗുരുപരമ്പരകൾ. ഗുരു നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അയ്യാ വൈകുണ്ഠനാഥർ, അയ്യാ ഗുരു, രമണ മഹർഷി, സ്വാമി വിവേകാനന്ദൻ, അനവധി ഗുരുപരമ്പരയുടെ ഗർഭപാത്രമാണ് ഭാരതം. ഭാരതത്തിൽ ജീവനുള്ള ദൈവത്തെ കണ്ടെത്തിയ അനവധി ഗുരുപരമ്പരയ്ക്ക് ജന്മം കൊടുത്ത മാതാവാണ് ഭാരതം. ആ ഭാരതത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ജാതിയോ മതമോ ദേശമോ എന്തു തന്നെ ആയാലും ഭാരത സനാതനധർമ്മം നിലനിന്നില്ലെങ്കിൽ ഭാരതം ഒരു യുദ്ധഭൂമിയാകും. ആ യുദ്ധഭൂമി ഉണ്ടാകാതിരിക്കുവാൻ ഓരോ ഹൃദയത്തിലേക്കും ആത്മാവിൻ്റെ പ്രഭ, ശിവത്തിൻ്റെ പ്രഭ എത്തിക്കുകയാണ് ഈയുള്ളവൻ്റെ നിയോഗവും. ഇന്ന് ഇതിനു വേണ്ടി ഒറ്റപ്പെട്ട് അവിടെ നിൽക്കുന്ന ഓരോ ആശ്രമ ആചാര്യന്മാരെയും കോർത്തിണക്കിക്കൊണ്ട് ഇത് ലോകശ്രദ്ധ പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആശ്രമങ്ങളുടെ ഐക്യത്തിലൂടെ, ക്ഷേത്രങ്ങളുടെ ഐക്യത്തിലൂടെ, ഭവനങ്ങളുടെ ഐക്യത്തിലൂടെ, ഹൃദയങ്ങളുടെ ഐക്യത്തിലൂടെ ശാരീരികമായി, മാനസികമായി, ബൗദ്ധികമായി, ആത്മീയമായി ഒരു കുട്ടി തളർന്നു പോകാതിരിക്കുവാൻ, അവന് തെറ്റായ ചിന്താഗതികളിൽ നിന്ന് അവന് സംശയ നിവാരണത്തിലൂടെ ആ ബോധം അകങ്കണ്ണ് തുറപ്പിക്കുവാനുള്ള ഒരു സത്സംഗമാണ് ഞങ്ങൾ കൂടിയാലോചിക്കുന്നത്. അതിനുവേണ്ടി എല്ലാ ഹൃദയങ്ങളും സഹകരിക്കണം. മാതാപിതാക്കൾ മക്കളെ ബോധം തെളിയുന്നതിന് വേണ്ടി അവരുടെ ശിരോമണി മണ്ഡലത്തിൽ നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടി അവരെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഈശ്വര രഹസ്യം അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കാനുള്ള വിധം, ധ്യാനിക്കാനുള്ള വിധം, എവിടെന്ന് എന്തിന് എങ്ങനെ വന്ന് ഈ ജീവിത നടനമാടാം, തിരിച്ച് ഈ ശരീരത്തെ ഉപേക്ഷിച്ച് പരമപദത്തിലേക്ക് ഓരോ ജീവനും തിരിച്ചു ചെന്ന് എത്തേണ്ടതായിട്ട് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നാശമില്ലാത്ത ഒരേ ഒരു ചൈതന്യം ശിവമാണ്, ആത്മാവാണ്, ചൈതന്യമാണ്. അതിനെ അറിയുകയാണ്, ബ്രഹ്മത്തെ അറിയുകയാണ് ഓരോ മാനവ ജീവിതത്തിൻ്റെയും പരമമായ ആനന്ദം കിട്ടുന്ന. ഞാനിതല്ല, ഇതിനുള്ളിലിരിക്കുന്ന ചൈതന്യത്തെ നമുക്ക് ഉണർത്തിത്തരുന്ന ഏകമായ ഒരേ ഒരു പദമാണ് ഗുരു. ആ ഗുരുവിലൂടെ ഗുരുത്വം തെളിഞ്ഞ് ആ സർവശക്തനെ തന്നിലെത്തിക്കുകയാണ് ആ ഗുരു ഇടയിൽ നിന്ന് ചെയ്യുന്നത്. അറിഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരനും ഗുരുവും താനും ഒന്നായി ഭവിക്കുന്ന സച്ചിദാനന്ദ സ്വരൂപമായി ഓരോ ജീവനും ഉണർന്നു വരും എന്നാണ് ഈ ദൗത്യത്തിലൂടെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുവാനുള്ളത്. ഭാരതത്തിൽ ജനിച്ച ഒരു കുഞ്ഞോ ആത്മഹത്യയെക്കുറിച്ചോ ബന്ധു നീറുവാനെക്കുറിച്ചോ അല്ല ചിന്തിക്കാൻ. ചിന്തിച്ച് കൂട്ടുന്നതാണ് നമ്മുടെ ചിന്താതലത്തിൽ അടിഞ്ഞുകൂടുന്ന തെറ്റിദ്ധാരണ. ശരിയായ ചിന്ത, ഞാൻ ആരാണ്, എന്തിനു വന്നു, എങ്ങനെയാണ് കാണേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ഈ അക്ഷരം പറക്കി നമ്മൾ വിതയ്ക്കേണ്ടത്, അർച്ചിക്കേണ്ടത്, മുന്നിൽ വരുന്നവരെ ഉയർത്തിക്കണ്ടാൽ
ഉയരുന്നത് അവനവൻ തന്നെയാണ്. ഓരോ മാതാപിതാക്കളുടെയും പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട്, ഓരോ ഗുരുപരമ്പരയുടെയും പാതാരബിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട് തന്നിൽ താനായിരിക്കുന്ന പൊരുളിനെ പ്രകാശിപ്പിക്കുകയാണ് ഓരോ ഭാരതത്തിൽ പിറന്ന സന്തതികളും ചെയ്യേണ്ടത്. താൻ തിരിച്ചറിയുക, താൻ നിസ്സാരപ്പെട്ടവനല്ല, അനവധി സിദ്ധികളുടെ ഉറവിടവുമായാണ് ഈ മായാലോകത്ത് വന്ന് ഭവിച്ചത്. ഈ പ്രപഞ്ചത്തിൽ എന്തോ മഹാകാര്യത്തിനായിരിക്കാം ഓരോ സന്തതികളും വന്ന് പിറന്നത്. ആ അറിവ്, നിറവ്, ആ അമൃത് ഇരിക്കുന്നത് അവനവൻ്റെ ബ്രഹ്മാമൃത കലശത്തിലാണ്. സ്വന്തം തലയുടെ വില മഹത്വകരമാണെന്നും ആ ജ്യോതി ഉദിക്കുന്നതിന് വേണ്ടി ഗുരുപരമ്പരയെ ആദരിക്കുക, അവരുടെ വാക്കിലൂടെ സാധന ചെയ്യുക. അവനവന് കണ്ടെത്താൻ കഴിയും. ഇത് ഒരു വേഷം കെട്ടാണ് ഞങ്ങളെല്ലാം. ഈ വേഷം കെട്ടി തന്നെയാണ് വരും തലമുറയും. പക്ഷെ എന്തിന് ഭാരതത്തിൽ ജനിച്ചിട്ട് ആ കുട്ടിക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ അവരുടെ ചിന്താതലത്തിൽ അസുര സ്വഭാവം വന്നു കയറുകയും അവർ തെറ്റിദ്ധാരണയ്ക്കും കുറ്റപ്പെടുത്തലിനും അവരുടെ ശക്തിയും ചൈതന്യം ദുർവിനിയോഗം ചെയ്യും. അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനുള്ള സനാതന ബോധം കുട്ടികൾക്ക് കൊടുക്കാൻ മാതാപിതാക്കൾ മുന്നോട്ട് വരിക. കുട്ടികളോടൊത്ത് ആനന്ദിക്കുവാനും അവരുടെ അഭിരുചി എന്താണ്, അവരുടെ ഭാവനാശക്തി എന്താണ്, അവർക്ക് അനവധി നല്ല നല്ല ചിന്താധാര അവരുടെ ഹൃദയത്തിൽ ഉദിക്കുവാൻ പഠിക്കാനുള്ള വാസന, സാംസ്കാരിക സർഗവാസന, സ്നേഹിക്കാനുള്ള വാസന, ആദരിക്കാനുള്ള വാസന, ഇതെല്ലാം ഉണർത്തിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ലൊരു വഴി ഈ ആത്മീയത ആണ്. ഇത് ആനന്ദം കിട്ടുന്ന വഴിയാണ്. ആ കുട്ടികൾക്ക് ആത്മാർത്ഥമായിട്ട് ജീവിക്കാൻ എല്ലാ വരും തലമുറയ്ക്കും ഒരിക്കലും നാശമില്ലാത്ത വെളിച്ചമാണ് സ്വന്തം ജീവൻ്റെ രഹസ്യം. നീറ്റലും പുകച്ചിലും എടുത്തു കളഞ്ഞ് ഞാൻ രക്ഷപ്പെടില്ല എന്ന ചിന്താഗതി ഉള്ളവരെ പോലും തളർത്താതെ വളർത്തുന്നവരാണ് ഗുരുപരമ്പര. അതുകൊണ്ട് ഒരു രത്നമൊളിഞ്ഞിരിക്കുന്നു ഓരോ തലയിലും. ആ തലയുടെ മഹിമ തിരിച്ചറിഞ്ഞാൽ അതൊരു ജ്യോതിയായി, ജീവിതത്തിൻ്റെ ആനന്ദത്തിൻ്റെ ആത്മാവിൻ്റെ ജ്യോതിയായി ഓരോ സന്തതി പരമ്പരയും തിളങ്ങട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആ ജഗദീശ്വരനെ ഭജിച്ചതിൻ്റെ സരസ്വതി കടാക്ഷം അവനവൻ്റെ ശിരസിലെ പരീക്ഷയ്ക്ക് എഴുതുവാൻ ഓർമ്മയായിട്ട് തിളങ്ങട്ടെ. എവിടെയെങ്കിലും സരസ്വതി ഇരുന്നിട്ട് കാര്യമില്ല. സന്ദർഭോചിതമായിട്ട് നമ്മുടെ വാക്കിൻ്റെ അധിപതിയായ ആ അക്ഷരങ്ങളുടെ ആ മഹിമയായ ആ സരസ്വതി ഓരോ ഹൃദയങ്ങളിലും വസിക്കട്ടെ. അവർക്ക് അക്ഷരത്തെറ്റ് വരുന്ന, അക്ഷര കസർത്ത് ചെയ്യുമ്പോൾ വികട സരസ്വതി നാവിൽ ഉദിക്കാതിരിക്കുവാൻ, അവരന് നോവാത്ത വാക്കുകൾ ഉച്ചരിക്കുവാൻ ഓരോ മക്കളും മാനവ വിളക്കുകളും തെളിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇറങ്ങിത്തിരിക്കുവാനോ ആണ് എളിയവൻ്റെയും ദൗത്യമെന്ന് വിശ്വസിക്കുന്നു. യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജിൻ്റെ സന്തത സഹചാരിയായിട്ടും എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹത്തോടൊപ്പം ഒരു നിഴലായിട്ട് ചേർന്ന് നിൽക്കുന്ന യോഗി സതീശാനന്ദ സരസ്വതി മഹാരാജ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അങ്ങ് രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജിൻ്റെയോടൊപ്പം ചേർന്ന് നടന്ന എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ഒരു മഹാത്മാവ്. സ്വാമികളെ കുറിച്ച് രണ്ട് വാക്ക് അങ്ങ് പറയാം. ഞാൻ സ്വാമിയുടെ ഗുരുവായ മണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതിയുടെ 180ാമത്തെ ശിഷ്യനാണ്. ഇദ്ദേഹവുമായി എനിക്ക് വളരെ നാളത്തെ പരിചയമുണ്ടെങ്കിലും ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിക്കാൻ തുടങ്ങിയിട്ടൊരു
3-3.5 വർഷമേ ശരിക്കും അടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടായുള്ളൂ. അത് എനിക്കൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് പെൻഷനൊക്കെ ആയതിനു ശേഷമാണ് ഞാനിതുമായിട്ട് കൂടുതൽ സഹകരിച്ച് മുമ്പോട്ട് പോകുന്നത്. പിന്നെ സ്വാമിയുടെ മുൻകാല കാര്യങ്ങളെല്ലാം സ്വാമി പല കാര്യങ്ങളിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ധ്യാനമിരിക്കാൻ പോയ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എവർക്കും ഇതിൽ കൂടിയൊക്കെ അറിയാവുന്നതാണ്. പിന്നെ അദ്ദേഹം ചെയ്തു വന്ന പ്രവൃത്തികൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധുക്കൾക്ക് അരി വിതരണം ചെയ്യുക, സാമ്പത്തികമായിട്ടുള്ളതുപോലെ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മരുന്ന് വാങ്ങാൻ സഹായിക്കുക, ഇതൊക്കെ ഒരു സമയത്ത് ചെയ്തു വന്ന കാര്യങ്ങളാണ്. പക്ഷേ പലതുകൊണ്ടും നമുക്ക് ഒന്നുപോലെ എല്ലാ സമയത്തും കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ചില രീതികൾ എല്ലാവർക്കും ഉണ്ടാകുമല്ലോ. അതുപോലെ ഇവിടെയും സംഭവിച്ചു. എന്നിരുന്നാലും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊതുവിന് പറയുമ്പോൾ ഈ ആത്മീയത എന്ന് പറയുമ്പോൾ ആത്മാവ്, സ്വാമി പറയും പോലെ ആത്മാർത്ഥത, ആത്മാവിനെ അറിയാത്തൊരാളിന് ആത്മാർത്ഥതയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല, അയാൾ അറിയേയില്ല. അയാൾക്ക് അറിയണ്ട എന്ന് പൂർണ്ണമായി അയാൾ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് അയാളെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കില്ല. ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. മറ്റൊരാളെ എത്ര മനസ്സിലാക്കാൻ ആഴത്തിലിറങ്ങി ചെന്നിരുന്നാലും അത് നടക്കുന്നൊരു കാര്യമല്ല. അത് മനസ്സിൻ്റെ ഒരു കളിയാണ്. ആ മാനസികമായിട്ട് ഏതെല്ലാം രീതിയിൽ അവർ ചിന്തിക്കുന്നു, ഏതെല്ലാം വഴിയിൽ അവർ യാത്ര ചെയ്യുന്നു എന്ന് ഒരിക്കലും നമുക്ക് ഓടി എത്താൻ സാധിക്കില്ല. അത് എൻ്റെ മനസ്സ് എങ്ങനെ ഓടണം, എത്ര ശാന്തമായി ഓടണം എന്നൊക്കെ ചിന്തിക്കേണ്ടതും അതിനെ പ്രവർത്തിപ്പിക്കേണ്ടതും ഞാൻ തന്നെയാണ്. അപ്പോൾ എന്നിലുള്ള ആത്മാവ് തന്നെയാണ് മറ്റൊന്നിൽ ഉള്ളത്. ഏതൊന്ന് അറിഞ്ഞാൽ മറ്റൊന്ന് അറിയണ്ടയോ എന്ന് പറഞ്ഞതുപോലെ അതിൽ പൂർണ്ണമായി നാം വിശ്വസിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഞാൻ തന്നെയാണ് നീ തത്വമസി എന്നിൽ നമ്മൾ വന്നു ചേരും. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഏതൊന്നിൽ ഒന്നില്ലയോ അത് ഉപയോഗശൂന്യമാണ്. അതിന് ഞാൻ 1-2 ഉദാഹരണം പറയാം. നദിയിൽ വെള്ളമുണ്ട് എങ്കിലേ നദിയാവുള്ളൂ. അപ്പോൾ വെള്ളമില്ലാത്ത നദി പോലെ, സ്നേഹമില്ലാത്ത ബന്ധുക്കളെ പോലെ. എനിക്കിഷ്ടം പോലെ ബന്ധുക്കളുണ്ട്, പക്ഷേ അവർക്കൊക്കെ സ്നേഹമില്ല. അപ്പോൾ ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. സഞ്ചിയുണ്ട് എൻ്റെ, പക്ഷേ പൈസയില്ല. ആ സഞ്ചിക്ക് എന്താണ് ഗുണം? സഞ്ചിക്ക് ഒരു ഗുണവുമില്ല. ആ പൈസ അതിനകത്ത് വരുമ്പോഴത്തേക്കാണ് സഞ്ചിക്ക് മേന്മയുണ്ടാവും, അതിനൊരു ഗുണമുണ്ടാകും, അതിനെ പുകഴ്ത്തുന്നത്. എൻ്റെ സഞ്ചിയിൽ പൈസയുണ്ട്. പൈസ ഇല്ലാത്തൊരു സഞ്ചി എൻ്റെ തോളിലുണ്ടെന്ന് ആരുടെയും പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പൂന്തോട്ടം, വളരെ വളരെ വിശാലമായ പൂന്തോട്ടം, എത്രയോ പേർക്ക് കൗതുകം തോന്നാവുന്നതും ചിത്രശലഭങ്ങൾക്ക് തേന് കിട്ടുന്നതുമായ ഈ പൂന്തോട്ടം. പക്ഷേ ആ പൂന്തോട്ടത്തിൽ എന്താ പറ്റിയത്? ആ പൂന്തോട്ടം ആകെ വിഷമത്തിലാണ്, കാഴ്ചക്കാരില്ല. അതിനകത്ത് എല്ലാതരം പൂക്കളുമുണ്ട്, പക്ഷേ കാഴ്ചക്കാരില്ല. പിന്നെന്ത് ചെയ്യാനൊക്കെ? കാഴ്ചക്കാരില്ലാത്ത ഒരു പൂന്തോട്ടം. അങ്ങനെ നമ്മൾ എന്താണോ ഒന്ന് ഇല്ലാത്തത്, അതില്ലെങ്കിൽ ഉപയോഗശൂന്യം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളെ ഉള്ളിൽ വേണ്ടത്. നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നൊരു സാധനത്തെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല, ആ ഒരു രീതിയെ, ആ ഒരു അവസ്ഥയെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ നമ്മൾ ഉപയോഗശൂന്യം തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളത് തിരിച്ചറിയുക, ഓരോരുത്തരും തിരിച്ചറിയുക. എന്നിലുള്ളതാണ് നിന്നിലുള്ളതെന്ന് തിരിച്ചറിയുക. പരസ്പരം വിദ്വേഷം വേണ്ട, വേറെ ഒരു വൈരാഗ്യം വേണ്ട, ഒന്നും വേണ്ട. ഒരമ്മ മക്കളെപ്പോലെ നമ്മൾ ഒരുമിച്ച് നീങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ശാന്തവും സന്തോഷവും എന്നും നിലനിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഹരി ഓം നമഃ ശിവായ.
മണ്ഡൽ മഹന്തായിട്ട് നമ്മുടെ ആദരണീയനായ സ്വാമി യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജിനെ പൂജനീയ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തുടർന്ന് ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഓരോ മണ്ഡൽ മഹന്തുമാരെ ഇതുപോലെ പ്രഖ്യാപിക്കുന്നതാണ്. അതിന് മുന്നോടിയായി ഭഗവാൻ ചിന്താലയശന്റെ അനുഗ്രഹത്തോടുകൂടി പൂജനീയ ഗുരുനാഥൻ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് സ്വാമിക്ക് വസ്ത്രം നൽകി ആ സ്ഥാനത്ത് പ്രഖ്യാപിക്കുന്നു. स्वामी प्रभाकरानंद सरस्वती महाराज श्री पंचदशनाम आह्वान अखाड़ा के दक्षिण भारत के पहले महामंडलेश्वर हूँ। ये सौभाग्य की मुहूर्त है कि आज एकादशी के शुभ अवसर पर वृश्चिक मास आने के पहले ही दक्षिणायन में त्रिवेंद्रम डिस्ट्रिक्ट के पहले मंडल महंत स्वरूप में परम पूजनीय श्रोत्रिय और ब्रह्मनिष्ठ श्री स्वामी राजेंद्रानंद सरस्वती महाराज को घोषित करते हुए अभिषेक करवाता हूँ और अभिषेक के बाद उनको नूतन वस्त्र दिया जाएगा। उनके सभी शिष्य गणों के सामने आज के महत्वपूर्ण मुहूर्त पर करने के लिए हमें सौभाग्य मिला है। हम आभार प्रकट करता हूँ कि संपूज्य स्वामी जी सुंदरगिरी महाराज और संपूज्य स्वामी जी सुदर्शन गिरी महाराज, उनके साथ में हमारे सचिव अरुण गिरी महाराज, अष्टघोष महंत संपूज्य स्वामी जी राहुल गिरी महाराज, उनके श्री चरणों पर प्रणाम अर्पण करता हूँ। हमें खुशी है कि पद्मनाभ भगवान के एकदम सामने उनके जगह पर ये अवसर करने के लिए हमें मिला है। इसीलिए गुरु परंपरा को हम प्रणाम करता हूँ। प्रणाम। साधु दर्शनम पाप विमोचनम। साधु दर्शनम पाप विमोचनम। Today this is a glorified moment. The first Mandal Mahant in Trivandrum district, Sambhujya Swamiji Rajendrananda Saraswati Maharaj, is been declared by Shri Panchadashanama Avahan Akhada. We are quite thankful to all our saints who has helped for this and also given a great opportunity on this day of Ekadashi Krishna Paksha with the nakshatra of Uttram, also a great day connected to Shanishwara Bhagwan. Thank you very much. Also, we thank especially our Swamiji Maharaj, Sundar Giri Maharaj and Sudarshan Giri Maharaj, along with Rahul Giri Maharaj. Thank you very much. Om Namo Bhagavate Vasudevaya. வணக்கம், வாழ்க வளமுடன். தென்னிந்தியாவில் ஸ்ரீ பஞ்சதசநாம ஆவாகன் அக்காடாவுடைய சரியான முறைப்படியான ட்ரெடிஷனல் வேலை தொடங்கியாச்சு. ஓரொரு டிஸ்ட்ரிக்ட்லும், அதாவது மாவட்ட தலைவர் என்ற நிலைமையில் மண்டல் மகன் என்று அபிஷேகம் செய்யறதுக்கு இன்னைக்கு ஏகாதசி நாளில் உத்திரம் நட்சத்திரத்தோடு சேர்த்து பத்மநாப சுவாமியுடைய சிஷ்யனாக இருக்கும் சுவாமி ராஜேந்திரானந்த சரஸ்வதி மகாராஜுக்கு பெரிய ஒரு பாக்கியம் வாய்ப்பு கிடைச்சதுக்கு விசேஷமா சம்பூஜ சுவாமிஜி சுந்தரகிரி மகாராஜ், சம்பூஜ சுவாமிஜி சுதர்சன் கிரி மகாராஜ், அவருடைய சச்சிவ் அருண்கிரி மகாராஜ் என்றவருக்கு நன்றி செலுத்தி இந்த அபிஷேக காரியங்கள் முடிக்கிறதுக்காக பகவான் பத்மநாப சுவாமியை பிரணாமம் செய்வோம். வணக்கம், வாழ்க வளமுடன், நமசிவாய வாழ்க, நாதன்தான் வாழ்க. हर हर महादेव।
हर हर महादेव हर हर महादेव അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം ശാന്തി ശാന്തി. ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എല്ലാ മഹാത്മാക്കൾക്കും സ്വാഗതം. പൂജ്യ സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി ദണ്ഡി സ്വാമി അവർ നടത്തുന്നത്. പൂജനീയ ഗുരുനാഥൻ പ്രഥമ മണ്ഡൽ മഹന്തായി അഭിഷേകം ചെയ്യപ്പെട്ട ഞങ്ങളുടെ പൂജനീയ സ്വാമി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ്, അതുപോലെ മണികണ്ഠാനന്ദ സ്വാമിജി, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മോഹൻലാൽജി, എല്ലാവർക്കും നമസ്തേ. ഇവിടെ ഇന്ന് നടന്ന ഈ ചടങ്ങ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചടങ്ങായി നടക്കേണ്ട ഒരു കാര്യമല്ല. കാരണം ഒരു വലിയ മഹാപ്രസ്ഥാനത്തിൻ്റെ, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാനും ഭാരതത്തിൻ്റെ ആധ്യാത്മിക മേഖലയെയും രാജ്യത്തെ തന്നെ പിടിച്ചു നിർത്താൻ കഴിയുന്ന, സംരക്ഷിക്കാൻ കഴിയുന്ന ശങ്കരാചാര്യ ഭഗവത്പാദർ സ്ഥാപിച്ച 13 അഖാഡകളുടെ ഏറ്റവും പ്രഥമ അഖാഡയായ ശ്രീ പഞ്ചദശനാമി ആവാഹൻ അഖാഡയുടെ തിരുവനന്തപുരം ജില്ലയുടെ, നമ്മുടെ തലസ്ഥാന നഗരിയുടെ പ്രഥമ മണ്ഡൽ മഹന്തായി പൂജനീയ സ്വാമിയെ അഭിഷേകം ചെയ്തു. അതിന് എന്തുകൊണ്ടും യോഗ്യനായി നമുക്കിവിടെ മധ്യേ ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചദശാമി ആവാഹൻ അഖാഡയുടെ ദക്ഷിണ ഭാരതത്തിലെ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജാണ്. പൂജനീയ ഗുരുനാഥന്റെ 187 ശിഷ്യരിൽ ഇങ്ങനൊരു ഭാഗ്യം പൂജനീയ സ്വാമിക്ക് ലഭിച്ചത് വലിയൊരു അനുഗ്രഹമാണ്. ഈ ചടങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അഖാഡയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ, അതുപോലെ നമ്മുടെ ദക്ഷിണ ഭാരതത്തിൽ 5 സംസ്ഥാനങ്ങളിൽ, കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ 5 സംസ്ഥാനങ്ങളിൽ സമ്പൂർണ്ണമായി വ്യാപിപ്പിക്കുന്നതിനും അതുപോലെ സനാതനധർമ്മം സംരക്ഷിക്കുന്നതിനു വേണ്ടി സന്യാസിമാരെയും ഗൃഹങ്ങളെയും എല്ലാം ചേർത്തുകൊണ്ട് ഒരു വലിയൊരു പ്രസ്ഥാനം ഉണർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ്. കുംഭമേളയിൽ പോയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവിടുത്തെ ചടങ്ങുകൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് മഹാമണ്ഡലേശ്വർമാർ, പീഠാധീശ്വരന്മാർ, അതുപോലെ ശ്രീമഹന്തുമാർ, സച്ചിവമാർ, ഇതുപോലെയുള്ള മണ്ഡൽ മഹന്തുമാർ എന്നിവർക്കൊക്കെയാണ് അതിൻ്റെ പ്രധാന ചടങ്ങുകൾ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയുടെ ആധ്യാത്മിക മേഖലയിൽ ഇങ്ങനെയൊരു സ്വാമിയെ നമ്മൾ അഭിഷേകം ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ ദേശത്തെ മുഴുവൻ ആശ്രമങ്ങളും അതുപോലെ ഹൈന്ദവ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രസ്ഥാനങ്ങളുമെല്ലാം അദ്ദേഹത്തെ മാനിക്കുകയും അദ്ദേഹത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്തെടുക്കുവാനും ശ്രമിക്കേണ്ടതാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു ജില്ലാ കളക്ടർ ഉണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ കളക്ടർക്കാണ് പ്രധാനം. ആ ജില്ലയിൽ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും, ആഭ്യന്തരമായ വിഷയങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആ ജില്ലാ കളക്ടർക്കാണ് അവിടെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യാനുള്ള അധികാരമുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ഒരു പ്രധാന സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ആധ്യാത്മിക മേഖലയിൽ പൂജനീയ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്ഥാനം. അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ കേരളത്തിൽ, നമ്മുടെ ഈ തിരുവനന്തപുരം ജില്ലയിൽ ഏത് ക്ഷേത്രങ്ങളിൽ പരിപാടികൾ നടന്നാലും, അതുപോലെ ഹൈന്ദവ സമൂഹം ഒത്തുചേരുന്ന ഏത് പരിപാടികളിലും പൂജനീയ സ്വാമിയുടെ സാന്നിധ്യം ഉറപ്പാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭക്തരായ നിങ്ങൾ ഓരോരുത്തരുമാണ്. അത്രയേറെ വിലപ്പെട്ട ഒരു സ്ഥാനമാണ് പൂജനീയ സ്വാമിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മഹാമണ്ഡലേശ്വർ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹവും ഇതുപോലെയുള്ള ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഇന്നലെ തന്നെ വന്ന് ഇതിൻ്റെ ചടങ്ങുകളെല്ലാം ചെയ്തു. ഇവിടെ ഈ മണ്ഡൽ മഹന്ത്, മഹാമണ്ഡലേശ്വർ, മണ്ഡലേശ്വർ എന്നീ സ്ഥാനങ്ങൾക്കൊക്കെ ഒരുപാട് ആളുകൾ കാത്തുകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ലക്ഷങ്ങളല്ല, കോടികൾ മുടക്കാനും താല്പര്യമുള്ള ആളുകളുണ്ട്. നമ്മുടെ ഇദ്ദേഹത്തിന് അറിയാം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ. കാരണം നമ്മുടെ കേരളത്തിന് വേണ്ടി ജുനാഖാഡയിൽ നിന്നും വന്നിരിക്കുന്ന പൂജനീയ സ്വാമി ആനന്ദവനം ഭാരതി
അദ്ദേഹത്തിൻ്റെയൊക്കെ സന്ദേഹ സഹചാരി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ ഒരു ആവാഹന അഖാഡയുടെ മണ്ഡൽ മഹന്തിനെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ജുന അഖാഡയുടെ കൂടി ഒരു പ്രാതിനിധ്യം നമുക്ക് ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും അനുഗ്രഹകരമാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ലക്ഷങ്ങളും കോടികളും മുടക്കിയാലും കിട്ടാത്ത സ്ഥാനം കിട്ടിയ രണ്ട് മഹാമണ്ഡലേശ്വർമാർ നമ്മുടെ കേരളത്തിലുണ്ട്. ആനന്ദവനം ഭാരതി, പൂജനീയ സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്. അപ്പോൾ ഇങ്ങനെയുള്ളവരെയും അതുപോലെ ഈ മഹന്തുമാരായി ഓരോ ജില്ലയിലും വെക്കുന്ന ഓരോരുത്തരെയും അതായത് അവരുടെ സ്ഥാനങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കേണ്ട ആദരവും ബഹുമാനവും കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം ഇരിക്കുന്ന ആശ്രമമായിരിക്കണം ഇനി ഈ പരിസരത്തുള്ള ഈ ജില്ലയിലുള്ള ഹിന്ദുവിൻ്റെ ഏതൊരു പ്രശ്നമായിക്കൊള്ളട്ടെ, കുടുംബ പ്രശ്നമായിക്കൊള്ളട്ടെ, വ്യക്തിപരം തമ്മിലുള്ള പ്രശ്നമായിക്കൊള്ളട്ടെ, പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്നും പോകാതെ ആ പ്രശ്നങ്ങളെല്ലാം ആത്മീയമായ രീതിയിൽ രമ്യതയോടെ പറഞ്ഞു തീർക്കാനും അതുപോലെ എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഒത്തുതീർപ്പുണ്ടാക്കാനും തുടങ്ങി ഇവിടെ ഓരോ ക്ഷേത്രങ്ങളുടെയും പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, വിഷയങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ഈ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശദമായി നമുക്ക് ഇനിയും ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് നമുക്ക് അവിടുന്ന് സ്വാമിമാർ ചില നിർദ്ദേശങ്ങളൊക്കെ തരാനുണ്ട്. അവർ തരുന്ന മുറയ്ക്ക് കൃത്യമായി സ്വാമിക്ക് വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാം. സ്വാമിക്ക് ഒരു പീഠമുണ്ടാവണം, ഇരിക്കാനൊരു ആസനമുണ്ടാവണം. അങ്ങനെ അവിടെ ഇരുത്തി ആ പീഠത്തിൽ മറ്റ് യാതൊരു കാരണവശാലും ആരും ഇരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഗുരു അല്ലാതെ. അപ്പം അത്രയേറെ പവിത്രമായ ഒരു സ്ഥാനം നൽകി അദ്ദേഹം ആ സ്ഥലത്തില്ല എങ്കിൽ ആ പീഠത്തെ തൊട്ട് നമസ്കരിച്ചാൽ തന്നെ അതിനുള്ളൊരു ഫലമാണ്. ആ രീതിയിലുള്ള ഒരു ആദരവും ബഹുമാനവും നൽകിക്കൊണ്ട് ഈ മണ്ഡൽ മഹന്തായി പ്രഖ്യാപിച്ച പൂജനീയ സ്വാമിജി എന്തുകൊണ്ടും ചിന്താലേശ ഭഗവാന്റെ അനുഗ്രഹം നേരിട്ട് കൈപ്പറ്റിയിട്ടുള്ള, അദ്ദേഹത്തിനെ സ്പർശിച്ചിട്ടുള്ള ആ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെ ഇത്രയേറെ ചൈതന്യമുള്ള സ്വാമിജിയുടെ ആധ്യാത്മിക ജീവിതം എന്തായാലും ഇനിയുള്ള ഓരോ ദിവസവും മുന്നോട്ട് പോകട്ടെ. അതിനുവേണ്ടി എല്ലാവിധമായ പിന്തുണയും ആദിശങ്കര അദ്വൈത അഖാഡയുടെയും സംസ്ഥാന സന്യാസ സഭയുടെയും അഖിൽ ഭാരത സന്ത് സമിതിയുടെയും ഒക്കെ ഉണ്ടാകും. അതിനോടൊപ്പം നിങ്ങൾ ഭക്തജനങ്ങളുടെയും എല്ലാ കൂട്ടായ്മയും ഉണ്ടാകണം. സ്വാമിയുടെ നിർദ്ദേശപ്രകാരം പരമാവധി ദിവസങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു ചേർന്ന് സത്സംഗങ്ങൾ കൂടുകയും ഗ്രാമാന്തരങ്ങളിൽ ഗൃഹങ്ങളിൽ വെച്ചിട്ടുള്ള സത്സംഗങ്ങൾ ഇനി നമുക്ക് ആരംഭിക്കണം. അങ്ങനെയുള്ള ഓരോരോ പരിപാടികളിലൂടെ ഈ ദേശത്തെ ആത്മീയമായ മേഖലയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ കർമ്മത്തിൽ നിന്ന് ഞാനിരിക്കുന്നു. ക്രമേണ സ്വഗുരുപാദാംബുജം യാവത് താവത് പ്രണവമേ. സംപൂജ്യ ദക്ഷിണ ഭാരത മഹാമണ്ഡലേശ്വർ പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ്, സംപൂജ്യ സന്യാസസഭ സംസ്ഥാന പ്രസിഡന്റ് സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, അവർ ഇന്ന് ആവാഹൻ അഖാഡയുടെ ദക്ഷിണ കേരള പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിൻ്റെ മണ്ഡൽ മഹന്തായി പ്രഖ്യാപിക്കപ്പെട്ട യോഗി രാജേന്ദ്രാനന്ദ സരസ്വതി മഹാരാജ് തുടങ്ങി വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ അഭിവന്യരായ ഗുരുജനങ്ങൾക്കും എൻ്റെ പ്രണാമം. അതിൽ നമ്മുടെ അവധൂത് ഗുരുപ്രസാദ്ജിയുടെ പ്രസൻസ് ആണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. കാരണം ഒരാളിൻ്റെ ആത്മീയ ഉയർച്ചയ്ക്ക് അടിസ്ഥാനം സാധനയാണ് വേണ്ടത്. സാധനയില്ലാതെ അറിവ് മാത്രം കൊണ്ട് ഒരു കാര്യമില്ല. സാധനയിലൂടെയാണ് അറിവിനെ അനുഭൂതിയായി ഉയർത്തുന്നത്. അതിന് വ്യക്തമായ നമ്മുടെ പ്രത്യക്ഷത്തിലെ ഉദാഹരണമാണ് നമ്മുടെ അവധൂത് ഗുരുപ്രസാദ് സ്വാമിജി. അദ്ദേഹത്തിൻ്റെ പ്രസൻസിൽ ഇത് ഇങ്ങനെയൊരു അഭിഷേകം, ആ അവരോധനം നടക്കുന്നത് വലിയ മംഗളകരമായ ഒരു കാര്യമാണ്. ഇവിടെ നിരവധി സമ്പ്രദായങ്ങൾ, അഖാഡകൾ, നൂറുകണക്കിന് സന്യാസി സമ്പ്രദായങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ
നിയോഗം ഏതൊരു സമ്പ്രദായത്തിലാണോ നാം എത്തിച്ചേരേണ്ടത് എന്നത് മഹാദേവന്റെ ഇച്ഛയാണ്, അനുഗ്രഹമാണ്. അത് ഏത് തന്നെയായാലും മഹാദേവന്റെ അനുഗ്രഹത്താലാണ് എന്ന് ഉൾക്കൊണ്ട് സ്വീകരിച്ച് അതിനെ ഗുരുപരമ്പരകൾ ഉപദേശിച്ച മാർഗത്തിൽ തുടരുകയാണ് ഓരോരുത്തരുടെയും കടമ. രണ്ട് സംവിധാനത്തെ വള്ളത്തിൽ കാലുവെച്ച് പോകരുത്. ഒരു ഗുരുവിന്റെ പാത പിന്തുടർന്ന് പോകണം, മറ്റുള്ളത് അറിയണ്ട എന്നതിന് അർത്ഥമില്ല. അതൊക്കെ വേണം, പക്ഷെ ഒരു ഗുരുവിനെ ഫോളോ ചെയ്യണം. എല്ലാ ഗുരുക്കന്മാരും ആദരിക്കപ്പെടുന്നവർ തന്നെയാണ്. എന്തായാലും നമ്മുടെ ദക്ഷിണ കേരളത്തിന് ആദ്യമായി ആവാഹൻ അഖാഡയ്ക്ക് ഒരു മഹന്തിനെ ലഭിച്ചത് ഈ ദക്ഷിണ കേരളത്തിന്റെ പുണ്യമായി നാം കാണണം. ഹിന്ദു, പ്രത്യേകിച്ച് ഹിന്ദു എന്ന് പറയുമ്പോൾ സനാതന ധർമ്മികളെയാണ് ഹിന്ദു എന്ന് വിവക്ഷിക്കുന്നത്. സനാതന ധർമ്മികൾ ഇത്രയും കാലവും അനാഥരായിരുന്നു എങ്കിൽ, വിവിധ ജാതികളും കുലങ്ങളുമായി നാം ശിഥിലമായി കിടന്നിരുന്നുവെങ്കിൽ, വിവിധ രാഷ്ട്രീയങ്ങളുടെ പിന്നാലെ നാം പോയിരുന്നു എങ്കിൽ, അതൊക്കെയായിരുന്നു നമ്മുടെ ഐക്യത്തിന് വിഘാതമായി നിന്നിരുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സനാതനധർമ്മത്തിന്റെ ആചാര്യന്മാരുടെ പിന്നിൽ അണിനിരന്നുകൊണ്ട് നമ്മുടെ മുഴുവൻ സനാതനധർമ്മ സമാജത്തെയും അതിന്റെ പിന്നിൽ ഒരുമിപ്പിച്ച് ചേർത്തുകൊണ്ട് ഈ അസുലഭമായ, ഈ മഹനീയമായ ഈ പുണ്യ മുഹൂർത്തത്തിൽ അതിൻ്റെ ഭാഗമായി നാമും ചേരണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ അവസരം തന്ന, ആശംസകൾ പറയുവാൻ അവസരം തന്ന ഈ മഹാമണ്ഡലേശ്വരം സാധു കൃഷ്ണാനന്ദ സരസ്വതി സ്വാമിജിക്കും രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമിജിക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവിധ പൂർണ്ണമായ പിന്തുണയും ആശംസകളും മഹാദേവന്റെ നാമത്തിൽ അർപ്പിക്കുന്നു. ഹര ഹര മഹാദേവ്. ഓം നമസ്തേ അസ്തു ഭഗവൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. സരസ്വതി സ്വാമിക്കും ഇന്ന് ഇവിടെ മണ്ഡല മഹന്തായി പ്രഖ്യാപിച്ചപ്പോൾ നമ്മുടെ രാജേന്ദ്ര സരസ്വതി സ്വാമികൾക്കും ആദ്യം എൻ്റെ പ്രണാമമർപ്പിക്കുന്നു. എല്ലാം എവിടെ പോയിരുന്നാലും എല്ലാം ഏക വഴി എന്നാണ് സന്യാസിമാരുടെ വഴി. പലരും ഉള്ള ആൾക്കാരാണെങ്കിലും ഏകമായ ചിന്തയിലാണ് എല്ലാവരും പോകുന്നത്. ഏകാന്ത ചിന്തയിൽ ആകാംക്ഷ പൂണ്ട് മനമേകാന്തമെന്ന വഴി പോകുന്ന ജന്മനം, കാകൻ പറന്നു പുനരന്നങ്ങൾ പോയ വഴി പോകുന്ന പോലെ ഹരിമാനാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പണമാണ് സർവ്വതും. അതേ ഇവിടെ സത്യമായിട്ടുള്ളൂ. നാം ഏതു കാര്യം തീരുമാനിച്ച് നിശ്ചയിച്ച് ഉറപ്പിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിലും സത്സംഗങ്ങളും ഇതെല്ലാം നടക്കുന്നുവെങ്കിലും എല്ലാവർക്കും ഒരേ ഒരു ചിന്തകളാണുള്ളത്. പല രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടെങ്കിലും സന്യാസശ്രേഷ്ഠന്മാരായവരെല്ലാവരും സമാധാനാകാംക്ഷികളാണ്. എല്ലാം സർവസംഘവും സർവവും സർവത്ര സമ്പൂർണമായിരിക്കണം എന്നുള്ള ചിന്തയിൽ കൂടി പ്രവർത്തിക്കുന്നവരാണ് സന്യാസിമാർ. ആ സന്യാസിമാരിൽ പല ആവാകാടമുണ്ട്, ഈ പറഞ്ഞ പോലെ ആനന്ദ ഇത് പറഞ്ഞ അങ്ങനെ ഒരുപാട് പിരിവുകളുണ്ട്. പിരിവുകളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ചിന്താഗതിയെ ഒരേ ഒരു രീതിയിലുള്ള ചിന്താഗതിയാണ്. ഭഗവാന്റെ സ്മരണയിലാണ് സർവവും നടന്നുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും നടക്കാൻ പോകുന്നതും എല്ലാം അത് തന്നെ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് നടന്നിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ സ്ഥാനം ഭഗവാൻ നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നതാണ്, അതിൽ യാതൊരു സംശയമില്ല. കാരണം എത്രയോ ജന്മങ്ങൾ അദ്ദേഹം കഴിഞ്ഞു ഇവിടെ വന്നു, ഇങ്ങനെ ഒരു അനുഗ്രഹീതമായ ഒരു രീതിയിൽ വന്നു ചേർന്നു. സന്യാസത്തിൽ തന്നെ വളരെ അത്യുത്തമമായ മേഖലയിൽ ചെന്ന് മഹന്തായി പ്രഖ്യാപിക്കപ്പെട്ട ആ രാജേന്ദ്ര സരസ്വതി സ്വാമിക്ക് എൻ്റെ പ്രണാമം. പിന്നെ പ്രഭാരാനന്ദ സരസ്വതി സ്വാമികൾക്കും എൻ്റെ പ്രണാമം. എല്ലാവർക്കും സർവമംഗളം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മുന്നിലിരിക്കുന്ന വളരെയധികം ഉന്നതിയിരിക്കുന്ന ഗുരുപരമ്പരയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഗുരുശ്രേഷ്ഠന്മാരും മറ്റ് ഈ ആശ്രമത്തിലെ പ്രധാനപ്പെട്ട ഭക്തജനങ്ങളും എല്ലാവരും നിൽക്കുന്ന ഈ വേളയിൽ ഞാനൊരു എളിയ ഒരു ആത്മീയം
പ്രഭാഷണം നടത്താൻ ഞാൻ യോഗ്യനാണെന്ന് തോന്നുന്നില്ല. എന്നാൽ എനിക്ക് ഒരു സന്തോഷമുണ്ട്. തിരുവനന്തപുരം ജില്ലയുടെ അഭിമാനമാണ് രാജേന്ദ്ര സ്വാമികൾ. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വിശ്രമമില്ലാതെ പണിയെടുക്കുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ ചിന്താലേശ്വര സ്വാമി, ഞാൻ അയ്യാഗുരു സ്വാമി ദർശനം കിട്ടി ഞാൻ വന്നെങ്കിൽ തന്നെയും നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം, ഇന്ത്യയിൽ അഭിമാനിക്കാം പ്രഭാരാനന്ദ സ്വാമികളെ. കാരണം അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിച്ച് മഹാമണ്ഡലേശ്വരായ അദ്ദേഹം ശിഷ്യപരമ്പരയിൽ അവസാനം എനിക്ക് തോന്നുന്നു സ്വാമിജിയുടെ ലാസ്റ്റത്തെ ശിഷ്യൻ മാതാജിയാണെന്ന്, അല്ലേ സ്വാമി? ഉഷാ മാതാജിയാണ്. അതും തിരുവനന്തപുരത്തിന് നമുക്കൊരു അവിഭാജ്യ ഘടകമായി മാറും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ആ വലിയ മനസ്സ് കാണിച്ച പ്രഭാനന്ദ സ്വാമികളും രാജേന്ദ്ര സ്വാമികളും നമ്മുടെ മറ്റു പ്രഭാനന്ദ സ്വാമികളും പിന്നെ നമ്മുടെ സാധുകൃഷ്ണാനന്ദ സ്വാമി, അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ ഇന്നലെ പോലും അദ്ദേഹം അത്യാവശ്യം സുഖമില്ലാതെ ഹോസ്പിറ്റലായിട്ട് പോലും കോയമ്പത്തൂരിൽ നിന്ന് ഗുരുവായൂർ വന്ന് ഗുരുവായൂരിൽ നിന്ന് രാവിലെ തന്നെ അദ്ദേഹം ഓടിയെത്തുകയും നമുക്കെല്ലാവർക്കും എല്ലാ നാളുകളിലും തുണയായി നിൽക്കുന്ന അവധൂത സ്വാമികൾ. സ്വാമിജി പറഞ്ഞ ഈ കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇന്നത്തെ ഈ ഫംഗ്ഷന് ഏറ്റവും കൂടുതൽ നമുക്ക് മുഹൂർത്തം നൽകിയത് അവധൂത സ്വാമികളാണ്. കാരണം അവധൂത സ്വാമികളുടെ ആ ഒരു പ്രക്രിയ എന്ന് പറയുന്നത് സ്വാമി പറഞ്ഞതുപോലെ സാധകം തന്നെയാണ്. ആ സാധകത്തിൽ കൂടെ സ്വാമിജിയുടെ അനുഗ്രഹം അങ്ങനെ വന്ന് വരുമ്പോൾ നമ്മുടെ സ്വാമിജി തൊട്ട് വേണുഗോപാല സൂര്യവംശി മഠത്തിൽ അദ്ദേഹം വളരെയധികം കുട്ടിക്കാലം മുതൽ ജ്യോതിഷ കാര്യങ്ങളിൽ പ്രകാശം എന്ന് അദ്ദേഹം സ്വന്തമായ ചില കാര്യങ്ങൾ കൂടെ സൂര്യവംശ മഠം സ്ഥാപിച്ച് അദ്ദേഹം വളരെ കൂട്ടായ്മയിൽ കൂടെ പോകുന്ന വേണുഗോപാല സ്വാമി അടക്കം നമ്മുടെ എന്താ പറയുക, നമ്മുടെ സതീശാനന്ദ സ്വാമിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. കാരണം എല്ലാത്തിനും രാജേന്ദ്ര സ്വാമിക്ക് നിഴലായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഇവിടുത്തെ കാര്യങ്ങളിലും ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എൻ്റെ അധികപ്രസമായി തോന്നരുത്. കാരണം സ്വാമിയുടെ സഹധർമ്മിണിയുടെ ആരോഗ്യം മാറ്റിവെച്ചുകൊണ്ടുള്ള ആ അമ്മയുടെ പെരുമാറ്റത്തെ വിസ്മരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അതുപോലെ മുൻകാലങ്ങളിൽ ഈ ആശ്രമത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച, ഈ ആശ്രമം തുടങ്ങുന്നതിന് മുമ്പേ രാജേന്ദ്ര ഗുരുസ്വാമിക്ക് ഈ സ്ഥാനം കിട്ടുവാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയ അമ്മമാരുണ്ട്. ഒരമ്മയും അപ്പനും ശാരീരിക അവസ്ഥയിൽ ഇപ്പോൾ വരാൻ പറ്റുന്നില്ല, അമ്മയും അപ്പനും അടക്കം, ഒരു വസന്ത അമ്മ അടക്കം എല്ലാവരും ഈ ആശ്രമത്തിൽ നിത്യവും ഈ അങ്ങയ്ക്ക് വേണ്ടി, ഈ ദേവിക്ക് വേണ്ടി, ഇതിനു വേണ്ടി അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചവരാണ്. അതിൽ ഇന്ന് ഏറ്റവും മറ്റുള്ള നിൽക്കുന്ന ഈ സ്വാമിയുടെ പേരും ഈ ഡോക്ടർ അമ്മയും അടക്കം മറ്റുള്ള എല്ലാവരുടെ സാന്നിധ്യത്തോടെ വീണ്ടും ഒരു പീഠം നമ്മുടെ സാധുകൃഷ്ണാനന്ദ സ്വാമി പറഞ്ഞുകൊണ്ട് ഒരു പീഠം വയ്ക്കണം. ആ പീഠത്തിന് സ്വാമിജിക്ക് കൊടുക്കേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മംഗളകരമാകാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ഹരിയോം. നമ്മളധികം സംസാരിക്കുന്ന ഒരാളല്ല. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ഗുരുക്കന്മാർക്കും ഗുരുതുല്യർക്കും ആത്മവന്ദനം. എന്തായാലും രാജേശ്വരാനന്ദ സ്വാമികൾ അർഹിച്ച ഒരു സ്ഥാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയും സഹകരണവും ആ പദവിക്ക് തുല്യമായി പ്രവർത്തിക്കാൻ സാധിക്കുന്ന രീതിയിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിന് എല്ലാ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗുരുശ്രേഷ്ഠന്മാർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രിയ സ്വാമിജി എന്നെ ഈ ഒരു ഫംഗ്ഷന് വിളിച്ചപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നതെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇന്ന് കിട്ടിയിരിക്കുന്ന പദവിയെയും അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന ആ ഒരു ആദരവിനെയും ഞാനും ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഞാനും ഈ നാളുകളിൽ ഒരു ആത്മീയ യാത്രയിലാണ്. അപ്പോൾ നിങ്ങളോടൊക്കെ ഒരുമിച്ച് ഒരു സഹോദരി ബന്ധത്തിൽ ഇനി മുന്നോട്ട് പോകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. അതിന് പ്രിയ സ്വാമിജി എൻ്റെ ഒരു സ്നേഹിതനെ പോലെ എന്നോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തോടും ഞാൻ കൈകോർത്ത് നിന്നിട്ട് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ എല്ലാവർക്കും എൻ്റെ നാമം യോഗി സതീശാനന്ദ സരസ്വതി. സ്വാമിജിയുടെ 140ാമത്തെ ശിഷ്യനാണ്. സത്യം അന്വേഷിക്കാൻ എനിക്ക് അനുവാദം തന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. പ്രായം വളരെ കുറവാണ് സന്യാസി ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ രാജേന്ദ്രാനന്ദ സരസ്വതിക്ക് ഇപ്പോൾ കിട്ടിയ ഈ ദൗത്യം വളരെ ഭംഗിയായി മുമ്പോട്ട് നടത്തിക്കൊണ്ടു പോകാൻ സർവേശ്വരൻ എന്നെ കൂടി അനുവദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സന്യാസിയുടെ ജീവിത വിജയം അതാത് തട്ടകത്തിൽ ആശ്രമം സ്ഥാപിച്ച് അത് വിജയകരമായി പോകുമ്പോഴാണ്. എവിടെയെങ്കിലും പോയി ഒരു ആശ്രമം സ്ഥാപിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നു എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ശക്തി അവരവരുടെ നാട്ടിൽ തന്നെ ഒരാശ്രമം സ്ഥാപിച്ച് വളരുക എന്നതാണ്. രാജേന്ദ്രാനന്ദ സ്വാമിജിക്ക് ആ ഒരു സൗഭാഗ്യം ശരിക്കും ലഭിച്ചു. കാരണം എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ളതായ ഒരു ലൈഫിൽ നിന്ന് നേരെ മറിഞ്ഞുകൊണ്ട് മറ്റൊരു ജീവിതത്തിൻ്റെ ഒരു പാതയിൽ വിജയകരമായി ചെറിയൊരു ആശ്രമം ഇങ്ങനെ സ്ഥാപിച്ച്
അനേകം ചടങ്ങുകൾ ഇവിടുത്തെ ബോർഡുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ശ്രേഷ്ഠമായ വാക്യങ്ങളും വാക്കുകളുമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന്. ഒരുപക്ഷെ ഭഗവാൻ പത്മനാഭൻ ഇത് നിശ്ചയിച്ചിട്ടായിരിക്കാം ഇന്ദ്രപദവിയൊക്കെ കൊടുക്കുന്നതുകൊണ്ട്. രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്. അതുകൊണ്ട് എല്ലാവിധമായ ആശംസകളും ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് നേരുന്നതോടൊപ്പം പൂർവാശ്രമത്തിലെ വിവിധ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന സ്വാമിജിയുടെ പൂർവാശ്രമ ബന്ധുക്കൾ അനേകമുണ്ട്. അവരുടെ എല്ലാവരുടെയും നമുക്ക് വാക്കുകൾ ആദ്യം കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് പറയാം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട്. ഹജരേ ഗുരുചരണം. മഹത്തുക്കളെ, ഞാൻ ഡോക്ടർ സജിത ഭദ്രനാണ്. ഞാനും രാജേന്ദ്ര സ്വാമിയുമായിട്ട് പങ്കജകസ്തൂരി ആയുർവേദ കോളേജിൽ ഒരു മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നത്. ഇപ്പോൾ ഹരീന്ദ്രൻ നായർ സാറാണ് പറഞ്ഞത് ഇത് രാജേന്ദ്ര സ്വാമികളാണ്. എനിക്കറിയില്ല അദ്ദേഹത്തെ. അദ്ദേഹം അവിടെ വെച്ച് തന്നെ ഇങ്ങനൊരു ആശ്രമം ഉണ്ട്, ഇവിടെ വരണം. അന്ന് കാണുമ്പോഴേ ആദ്യമായിട്ട് എന്നെ ടീച്ചറമ്മ എന്നാണ് വിളിക്കുന്നത്. ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന കോഴ്സർ ആയതുകൊണ്ടായിരിക്കാം ടീച്ചറമ്മ എന്ന് വിളിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ കൂടെ ഉള്ളത്. അദ്ദേഹവും ഇവിടെ വരുന്നു. വരുമ്പോൾ ശരിക്കും ഇവിടെ ഒരു കാടാണ് ഞാൻ കാണുന്നത്. ഒരു സരസ്വതി വിഗ്രഹം ഇവിടെ ഉണ്ട്. ഈ ഒരു കെട്ടിടങ്ങളോ ഒന്നുമില്ല. ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ വരുമ്പോൾ വലിയൊരു മഴയാണ്, ഭയങ്കരമായ മഴ. നമ്മളെല്ലാവരും നനയുന്നു. സ്വാമി ഞങ്ങൾ നനയാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു. അതൊന്നും സാധ്യമാകുന്നുമില്ല. അന്നത്തെ ഒരു അവസ്ഥയിൽ നിന്നും ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് സത്യം അദ്ദേഹത്തിൻ്റെ അത്രയും കഠിനാധ്വാനം ഒന്ന് പറയാതിരിക്കാൻ വയ്യാന്ന്. അതുകൊണ്ടാണ് രണ്ടു പേർക്കും വർത്തമാനം ഞാൻ പറയുന്നത് പോലും. അപ്പോൾ അദ്ദേഹത്തിന് അന്നത്തെ ഒരു നാട്ടുകാരുടെ സപ്പോർട്ട് കുറവായിരുന്നു അന്നെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ പക്ഷേ അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഇത്രത്തോളം നല്ല നല്ല വാക്കുകൾ എഴുതി വയ്ക്കാനും സ്വാമി പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഒരു ആശ്രമം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് നമുക്ക് ഒരുപക്ഷെ പലർക്കും സാധിക്കാത്തൊരു കാര്യമാണ് രാജേന്ദ്ര സ്വാമികൾക്ക് സാധിച്ചത്. അദ്ദേഹം എന്തുകൊണ്ട് ഈ ഒരു പദവിക്ക് അർഹനാണ്, നമ്മൾ ഡിസേർവ്ഡ് എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അദ്ദേഹത്തിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ചെറിയ ഒരു സംരംഭത്തിൽ നിന്നും ഇത്രയും ഒരു വലിയ ഒരു രീതിയിലേക്ക് ഈ ആശ്രമം വളർത്തിക്കൊണ്ട് വരുവാൻ അദ്ദേഹം കാണിച്ച ഓരോ എഫർട്ടും, അദ്ദേഹം ഒരു ഒറ്റയാൽ പട്ടാളം തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ ഇപ്പോഴാണ് നമ്മുടെ സതീശാനന്ദ സ്വാമികളുടെ ഒരു ഹെൽപ്പും ഉണ്ടായിരിക്കുന്നത് എന്ന് ഞാൻ കാണുന്നതാണ്. പക്ഷേ അതിന് മുന്നേ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. പക്ഷെ ആ ഒറ്റയാൽ പട്ടാളം ഇന്നിപ്പോൾ ഒരു വലിയൊരു സമൂഹമായി, നമ്മുടെ ഏറ്റവും വലിയ പദവി നമ്മുടെ കേരളത്തിലെ ട്രിവാൻഡ്രത്തെ മഹാരാജാവായി എന്ന് തന്നെ പറയാം. അവരോധിക്കപ്പെട്ടത് അത് ഭഗവാന്റെ ഒരു നിയോഗമായിരിക്കാം. ആ നിയോഗത്തിന് ഇത് പങ്കെടുക്കാൻ ശരിക്കും ഞാൻ ഇന്നിപ്പോൾ ട്രാൻസ്ഫറായി നിൽക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്നും കണ്ണൂർ കോളേജിലോട്ട് ട്രാൻസ്ഫറായി നിന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് അവധിയായത്. അതുകൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം വിളിച്ചപ്പോൾ എനിക്ക് ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞത്. അതും ഞാൻ എൻ്റെ ഒരു ഭാഗ്യമായി കരുതുന്നു. ഒരു പൂർണ്ണതയാണ് ഞാൻ ഇന്നിവിടെ കാണുന്നത്. പൂർണ്ണതയുടെ പാരമ്യത്തിൽ അദ്ദേഹത്തിന് നല്ലൊരു സീറ്റ് കിട്ടി. എല്ലാവരും പറഞ്ഞ പോലെ ആ പീഠം അത്രയും ബഹുമാന്യത്തോടുകൂടി എല്ലാവരും കാണണമെന്നും അതിന് അദ്ദേഹത്തിന് പിന്തുണയ്ക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം തന്നെ എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യാ നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാൽ ഗുരുപവനപുരേ അന്ധഭാഗ്യം ജനാനാം. ഓം ശാന്തി ശാന്തി ശാന്തി. സർവമംഗളമംഗല്യേ
शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते नारायणी नमोस्तुते नारायणी नमोस्तुते. മാസം മുമ്പ് സംസാരിച്ച എൻ്റെ ഭാവഭാഗമാണ്. അതുകൊണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഇന്നിവിടെ മകത്തായി അഭിഷേകം ചെയ്യപ്പെട്ട രാജേന്ദ്ര സരസ്വതി സ്വാമികൾക്ക് എല്ലാവിധ ഭാഗങ്ങളും നിർത്തുന്നു. നമസ്കാരം. സ്വാമിമാരെ പേരുകളൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് എല്ലാ സ്വാമിമാർക്കും മറ്റുള്ളവർക്കും എൻ്റെ വിനീതമായ പോയി. നമ്മുടെ രാജേന്ദ്ര സ്വാമികളെ പറ്റി എനിക്ക് വളരെ കാലം കൊണ്ട് അറിയാം. എപ്പോഴും ചിരിച്ചുകൊണ്ട് ഊർജ്ജസ്വലനായി നടക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഒരു വയസ്സന്മാരുടെ ഒരു കൂട്ടായ്മയുണ്ട്, വയോസംസ്കൃതി പറഞ്ഞുകൊണ്ട്. അവിടെ അദ്ദേഹം വരും. ആ ദിവസം എല്ലാ തിങ്കളാഴ്ചയാണ് അദ്ദേഹം അവിടെ പ്രസംഗങ്ങൾ നടത്തും. അത് ഞങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെടും. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധാരണ മടുത്തു പോകുന്ന ഒരു രീതിയാണിത്. ഈ കാവ്യവർഷത്തിനുണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ ഇടയിൽ കൂടെ പോകുമ്പോൾ തന്നെ ആൾക്കാർ കളിയാക്കുന്ന ഒരു രീതിയെ കൊണ്ട് ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും ഭാവിക്കാതെ നിറഞ്ഞ പുഞ്ചിരിയോടെ എല്ലാവരും സമീപിക്കുന്ന ആ മഹത്വത്തിക്ക് ഒരു നല്ലൊരു സ്ഥാനം ലഭിച്ചതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അദ്ദേഹത്തെ അഭിനയിക്കുന്നു. ബഹുമാന്യ ഗുരുസമൂഹത്തിന് നമസ്കാരം. എൻ്റെ പേര് ഹരികുമാർ എന്നാണ്. ഞാൻ കവിയും ഗാനരചയിതാവുമാണ്. അപ്പോൾ ഈ ആശ്രമവുമായിട്ടും രാജേന്ദ്രാനന്ദ സ്വാമിയുമായിട്ടും വളരെ കാലത്തെ സൗഹൃദമാണ് എനിക്കുള്ളത്. ഈ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവിടെ നടക്കുന്ന ചടങ്ങുകളിലെല്ലാം തന്നെ എൻ്റെ കാവ്യാർച്ചന ഉണ്ടാവും. എൻ്റെയും എൻ്റെ കൂട്ടരുടെയും കാവ്യാർച്ചന സ്ഥിരമായി ഇവിടെ നടന്നു വരികയാണ് ചെയ്യുന്നത്. ഈ കാലത്തിന് എത്ര തന്നെ അവഗണിച്ചാലും മാറ്റിവെച്ചിരുന്നാലും അതൊന്നും കാര്യമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഈ ഒരു അവരോധത്തോടു കൂടി. പുതിയ കാലഘട്ടത്തിൽ ഇന്ന് എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ബന്ധങ്ങളും എല്ലാം തന്നെ കുടുംബ സൗഹൃദങ്ങളും മിത്ര സൗഹൃദങ്ങളും എല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരാളിനെ ഈ മഹാമണ്ഡലി പ്രധാനമായിട്ട് അവരോധിക്കപ്പെട്ടതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇനിയും വളരെ വളരെ കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. ഈ പ്രപഞ്ചശക്തികളെല്ലാം തന്നെ അതിന് അനുഗ്രഹം കൊടുക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ഹരി എന്നാണ്. ഞാൻ ഈ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം പറഞ്ഞു. പിന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഞാനൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇത്രയും വലിയ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് തന്നെ ഞാൻ വലിയ കാര്യമായിട്ട് കരുതുന്നു. സ്വാമിക്ക് എല്ലാവിധ ആശംസകളും. ആചാര്യന്മാരുടെ കരുണ കൊണ്ട് എൻ്റെ കൂട്ടുകാരനായ രാജേന്ദ്ര സ്വാമിക്ക് ഈ അത്യുന്നത പദവി കിട്ടിയതിൽ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പുത്തൂരം സുരേഷ് നാടാരെന്നാണ്. എന്തായാലും സ്വാമിജി എന്നെ വിളിച്ചപ്പോൾ ഇത്രയും നല്ല ഒരു മഹത് വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ സംസാരിക്കണമെന്നോ ഇതൊന്നും വിചാരിച്ചിരുന്നതല്ല. അദ്ദേഹത്തിന് കിട്ടിയ പദവിയും എന്താണെന്നും എനിക്ക് പറയാൻ തന്നെ അത് അത്രയ്ക്ക് വളരെ വലിയ പവിത്രമായ ഒരു പദവിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. സ്വാമിജിയെക്കുറിച്ച് എനിക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന അന്ന് ഈ പറഞ്ഞ ഒരു ദ്രവ്യപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം അവിടെ ധ്യാനത്തിലിരിക്കുന്നത് എന്നോട് പറഞ്ഞതും നാട്ടുകാർ പറഞ്ഞതുമാണ്. അവിടെ ഇരിക്കുകയും അവിടെ നിന്ന് അദ്ദേഹത്തിനൊരു അനുഭൂതി ഉണ്ടായെന്നും അതിനെ തുടർന്ന് ആ സ്ഥലവും എനിക്ക് ഈ അനുഭൂതി കിട്ടിയ സ്ഥലവും വളരണമെന്ന ആ ഒരു സത്യസന്ധമായ മനോഭാവത്തോടു കൂടി ഇവിടെ ഉള്ള ജനങ്ങൾ, നമ്മുടെ നാട്ടിലുള്ള ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് അതിലൊക്കെ പങ്കാളികളായിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ കൊണ്ട് ഇതുപോലെ ദ്രവ്യപ്പാറ, ഞാൻ ആദ്യമായിട്ട് പോകുന്നതും ദ്രവ്യപ്പാറ ആദ്യമായിട്ടാണ്. അങ്ങനെ അവിടെ പോവുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ വരികയും അവിടെയും ഞാൻ കണ്ട കാഴ്ചയെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരാൽ കഴിയുന്ന വലിയൊരു ഭീമമായ ഇതൊന്നല്ല, എന്നാലും അന്നദാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈ അരി ഇങ്ങനെ കിറ്റുകൾ പല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ഇങ്ങനെ സ്വാമിജി സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്നു. ഇതിനെ എല്ലാവർക്കും ചെറിയ ചെറിയ കിറ്റുകളായിട്ട് ആ പ്രദേശത്തുള്ള പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ദാനങ്ങൾ കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സത്യസന്ധമായ ഒരു അർപ്പണ മനോഭാവത്തോടുകൂടി ഹൃദയശുദ്ധിയോടുകൂടി ചെയ്യുന്ന ക്രിയകളൊക്കെയാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ എല്ലാ മനുഷ്യരെയും, എല്ലാ മത ജാതി മത വ്യത്യസ്തമായ ചിന്താഗതി, അത് എല്ലാവരെയും
അമ്മ മക്കളാണെന്നുള്ള ലെവലിലുള്ള സംഭാഷണങ്ങളും. അത് പറയാൻ കാരണം എനിക്ക് അതില്ല. ഞാൻ പിന്നെ മറ്റു രാജ്യങ്ങളിൽ ഉള്ള ശത്രു രാജ്യങ്ങളല്ലേ മറ്റ് നമ്മളെ ആക്രമിക്കാൻ വരുന്ന മറ്റു രാജ്യങ്ങളൊക്കെ നമ്മളെ ഉപദ്രവിക്കാനൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ അതൊക്കെയായിരുന്നു ചിന്ത. അപ്പോഴൊക്കെ സ്വാമിജി എന്നോട് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ മനുഷ്യരും, ജീവനുള്ള എല്ലാ മനുഷ്യരും ഒരമ്മ മക്കളാണ്. അത് നമ്മുടെ നാടിനെ കുറിച്ചല്ല, ഈ രാജ്യത്തിലുള്ള, അന്ന് എനിക്ക് പറഞ്ഞു തന്ന ഓരോ കാര്യങ്ങളാണ്. ഈ രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യരും ഈശ്വരന്റെ സൃഷ്ടികളും ഈ ബ്രഹ്മമയമുള്ളവരാണ്. നമ്മളെല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. എല്ലാവരും ആ ഒരു ഐക്യത്തോടു കൂടി പോകണം എന്നുള്ള ആ ഒരു ചിന്താഗതി അത് ഈ നാട്ടിലും അത് തന്നെയാണ്. ഇവിടെ പിന്നെ ഒരു പ്രഭാഷണം വയ്ക്കുമ്പോൾ നോക്കുമ്പോഴത്തേന് അവിടെ മൗലവിമാരും മുസ്ലിം മതപണ്ഡിതന്മാർ, ക്രിസ്ത്യൻ പണ്ഡിതന്മാർ, ഇതൊക്കെ എല്ലാവരും ഒരു അമ്മ മക്കളെ പോലെ ഈ തുടർന്ന് ആദ്യം മുതൽ വരുന്ന കാലഘട്ടത്തിൽ തന്നെ ഒന്നുപോലെ ചേർത്തിണക്കാൻ സ്വാമിജിയെ കൊണ്ട് മാത്രമേ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെ വലിയ ഈശ്വരന്റെ തുല്യ അവതാരം പോലെ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ പറയുന്ന നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഒരു വേറിട്ട കാഴ്ചകളാണ്. അപ്പോൾ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഓരോരോ ആൾക്കാരുടെയും ഓരോരോ വേറിട്ട കാഴ്ചകളായിരിക്കും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ സ്വാമിജി എന്ന് പറയുമ്പോൾ എല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് കാണുക, എല്ലാവരുടെ വീടുകളിൽ പിന്നെ അപകടകാരികളായ മദ്യപാനം ഇങ്ങനെയൊക്കെ ചെയ്ത് വീട്ടിൻ്റെ കുടുംബകലങ്ങളൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അതിനെയൊക്കെ ക്രമീകരിക്കണം. അതിനുവേണ്ടി ഇവിടെ ഒരുപാട് മീറ്റിങ്ങുകളൊക്കെ കൂടുന്ന അവസരത്തിലൊക്കെ എന്നെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴും ഞാനും വന്ന് കണ്ടിട്ടുണ്ട്. അപ്പം ഈ അവസരങ്ങളിലെല്ലാം പറയുന്ന ഈ സ്നേഹം 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 ഒരുമ ഇതൊക്കെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അന്നേ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാമിജി എന്തായാലും നമ്മളെ പോലെ ഒതുങ്ങുന്ന ആളല്ല. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വലിയൊരു എല്ലാവരെയും ചേർത്ത് കൊണ്ട് പോകുന്ന ഒരാളായി മാറുമെന്ന് എനിക്ക് എൻ്റെ മനസ്സിനകത്ത് അന്നേ പറയുമായി. അതെന്തായാലും ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അദ്ദേഹത്തിന് ഈ കിട്ടിയ പദവിയെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് ആശംസിക്കുന്നു. അത് ഇവിടെ തിരുവനന്തപുരം ജില്ലയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തിരുവനന്തപുരം ജില്ലയെന്നാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. ഞാനിത് സത്യം പറഞ്ഞാൽ വന്നപ്പോഴാണിത് മനസ്സിലാക്കുന്നത്. നമ്മുടെ പിന്നെ ആ ഗുരുക്കൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു സദസ്സ് മനസ്സിലാക്കുന്നത്. അപ്പം തിരുവനന്തപുരം അല്ല, ഈ രാജ്യം മൊത്തം സ്വാമിജിയുടെ മനസ്സിനകത്തുള്ള ആഗ്രഹം ആയ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ആക്രമണ ശൈലികളെല്ലാം മാറ്റി ഒരമ്മ മക്കളാണെന്നുള്ള ബോധം ഉണ്ടാക്കി തീർക്കുവാൻ സ്വാമിജിക്ക് കഴിയട്ടെ എന്ന് എൻ്റെ ഹൃദയം നിറഞ്ഞുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ പദവി കിട്ടിയത് സ്വാമിക്കും മറ്റു സ്വാമിമാർക്കും എൻ്റെ എല്ലാവിധ ആശംസ എത്തിക്കുന്നു. സ്വാമിക്ക് ഈ പദവി കിട്ടിയതിൽ എനിക്ക് വളരെയധികമായ സന്തോഷമുണ്ട്. അത്ര ദാഹം അനുഭവിച്ചാണ് വീടും മറന്ന് എല്ലാം കുഞ്ഞുങ്ങളെ വരെ മറന്നാണ് ഇത്രയും കൊണ്ടെത്തിച്ച്. അത് ഇനിയും ആ സ്വാമിയുടെ ആഗ്രഹങ്ങൾ പലതും ഇവിടെ നടത്താറുണ്ട്. അതെല്ലാം നടത്തിയതിനു ശേഷമേ സ്വാമിയെ ദൈവസന്നിധിയിലേക്ക് വിളിക്കാവൂ. ആ ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. നമ്മുടെയൊക്കെ ജീവിതം കല്ലും പൊള്ളും നിറഞ്ഞതാണ്. ആ വഴികളെല്ലാം നമ്മൾ തെളിച്ചാണ് പലരും പല രീതിയിലെത്തിയത്. ചിലർ സർക്കാർ ജോലിക്കാരായിട്ടുണ്ട്, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ നിശ്ചയിക്കുന്നത് ഈശ്വരനാണ്. ഈ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കണമെന്ന് നിശ്ചയിക്കുന്നതും ഈശ്വരനാണ്. പക്ഷെ ആ നിശ്ചയിച്ച വഴി വെട്ടിത്തെളിച്ച് ആ ഈശ്വരനിലേക്ക് തന്നെ ചെന്ന് ചേർന്ന് ആ ഈശ്വരൻ്റെ നാമങ്ങൾ ഈ ലോകം എല്ലായിടത്തും അത് പ്രകാശിപ്പിക്കുവാൻ സാധിച്ചത് രാജേന്ദ്ര സ്വാമികൾക്കാണ്. അദ്ദേഹത്തിൻ്റെ പൂർവാശ്രമത്തിലെ കഥകളെല്ലാം അദ്ദേഹം ധാരാളം പറഞ്ഞു തന്നിട്ടുണ്ട്. ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയ സംഭവം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആലയിൽ സ്വാമി എന്ന ആ ചിന്താലയേശ്വരൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ദ്രവ്യപ്പാറയിലേക്ക് പോവുക, നിനക്കുള്ള ആവശ്യമുള്ള ദ്രവ്യം അവിടെയുണ്ടെന്ന് പറയുകയും, പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ച ദ്രവ്യമായിരുന്നില്ല ആ ദ്രവ്യപ്പാറയിലെത്തിയപ്പോൾ, അത് ജ്ഞാനം ആയിരുന്നു. അത് അദ്ദേഹത്തിലേക്ക് ശിവമായി കടന്നു ചെല്ലുകയും അദ്ദേഹം അത് സ്വയം എടുത്ത് തൻ്റെ ജീവിതത്തിന് മാത്രമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം മറ്റുള്ളവർക്ക് കൂടി പകർന്ന് കൊടുക്കുവാനും ആ ദ്രവ്യപാറയിലേക്ക് സുരേഷ് പറഞ്ഞതുപോലെ എന്നെയും കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. അതിശയമാണ്. ഞങ്ങളൊക്കെ ഈ കിതച്ച് ആ മല കയറിയപ്പോൾ സ്വാമിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. ഒരു കൊച്ചുകുട്ടിയുടെ ഉത്സാഹത്തോടു കൂടിയാണ് സ്വാമി ആ മല കയറിപ്പോയത്. അവിടെ ചെന്ന് ചിരിക്കുകയാണ് ചെയ്തത്. എന്തെന്ന് വെച്ചാൽ ആ ഒരു ചൈതന്യം, ഭഗവാന്റെ ചൈതന്യം അപ്പോഴേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടി എന്നുള്ളതാണ്. എന്തായാലും ഇങ്ങനെ ഒരു മഹത്തായ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടിയതിൽ ഞാനും ആശംസിക്കുന്നു. ഇനിയും അദ്ദേഹത്തിൻ്റെ ആ നല്ല വചനങ്ങൾ
നമുക്ക് കേട്ട് നമ്മുടെ ജീവിതം നല്ല ഒരു പാതയിലേക്ക് എത്തിക്കുവാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നും നമ്മുടെ കർണങ്ങളിൽ മുഴങ്ങട്ടെ. എല്ലാവിധ ആശംസകളും അദ്ദേഹത്തെ പരിചയപ്പെടാനും ഇങ്ങനെ ഈ സഭയിൽ വരുവാനും ഒക്കെ സാധിച്ചതും കുറേ നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒപ്പം സഞ്ചരിക്കുവാനും സാധിച്ചത് സാക്ഷാൽ ദേവിയുടെ അനുഗ്രഹമായി കരുതുന്നു. എല്ലാ ആശംസകളും നേരുന്നു. ഗുരുക്കന്മാർക്ക് നമസ്കാരം. സ്വാമിയെ പരിചയപ്പെട്ടൊരു 15 വർഷം വരെ ഞാൻ ഒരു സംഘത്തിൻ്റെ സ്വയംസേനാണ്. അതേപോലെ തന്നെ സ്വാമി എന്താണെന്ന് എനിക്ക് പറയാനുണ്ട്. അതിഭയങ്കര സേവന പ്രവർത്തനമാണ് ചെയ്യണത്. ഞാൻ 10-15 വർഷം കൊണ്ട് തന്നെ ദിവ്യപാറയിൽ സ്വാമിയുടെ കൂടെ സേവന പ്രവർത്തനം പോകാൻ കിട്ടിയത് ഭയങ്കര ഭാഗ്യം. സ്വാമി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ ഭാഗത്തെല്ലാം ചെയ്യുന്നുണ്ട്. സ്വാമി എല്ലാ വർഷവും നല്ല വിശേഷങ്ങൾ, പിന്നെ എല്ലാവർക്കും സേവന പ്രവർത്തനമായിട്ട് പെൻഷൻ കൊടുക്കുന്ന പദ്ധതിയുണ്ട്. സ്വാമി എന്തെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പം നമുക്കൊരു അറിയാത്ത സേവന പ്രവർത്തനങ്ങൾ എത്തേണ്ട സമയത്ത് ചെന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒറ്റയ്ക്കുള്ള ഒരു പരിപാടിയാണ്. എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള ഭാരത സംസ്കാരത്തിൽ ഇങ്ങനെയെല്ലാം കൊണ്ടുപോകാനും അറിഞ്ഞുകൂടാത്ത ആൾക്കാരെ ഒന്ന് പറഞ്ഞു കൊടുക്കാനും, അല്ല കുട്ടികൾക്ക് തന്നെ ഓരോ പരിപാടികളും, അല്ല ഒരുപാട് അറിവുള്ളവരെന്നെ വീട്ടിലിരുന്നാൽ പുറത്തിറങ്ങാത്ത ആൾക്കാരും ഉണ്ട്. എന്നാലും സ്വാമി ചെന്ന് എല്ലാവരുടെ വീട്ടിലും ചെല്ലുന്നുണ്ട്. എല്ലാം ബ്രഹ്മവിഷ്ണു മഹേശ്വരൻ്റെ ഇതായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്നത്തെ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. സ്വാമിക്ക് കോടി നമസ്കാരം അർപ്പിച്ചു. ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന മഹാത്മാക്കളെ, മഹതികളെ, മഹാന്മാരെ, അധ്യക്ഷ വേദിയിലിരിക്കുന്ന മഹാത്മാക്കളെ, എൻ്റെ പേര് ആചാര്യൻ ശ്രീധരൻ നായർ എന്നാണ്. 15-ാമത്തെ വയസ്സിൽ പട്ടാളസ്വാമി പുന്നയ്ക്കാമോൾ പട്ടാളസ്വാമിയിൽ തുടങ്ങി കള്ളിക്കാട് സ്വാമിയിലൂടെ ചേങ്കോട്ടോണ സ്വാമിയിലൂടെ തമിഴ്നാട്ടിലെ പല സന്യാസിമാരുമായിട്ട് ബന്ധപ്പെട്ട് 70-ാമത്തെ വയസ്സിൽ ഉപദേശം സ്വീകരിച്ചു. ഉപദേശത്തിനെ പറ്റി ഞാൻ പിന്നെ പറയാം. ആദ്യമായി ബഹുമാനപ്പെട്ട രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമികൾ കുടികൊള്ളുന്ന ഈ ആശ്രമത്തിൽ ഭൂമാതാ ദേവി ഇവിടെ സന്നിധാനം ഉണ്ട്. രാജേന്ദ്രസ്വാമിയെ സംബന്ധിച്ച് പലരും തിരുവനന്തപുരത്തെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ യാത്ര ഫോളോ ചെയ്യുന്ന, അതായത് ഞാൻ വീട്ടിൽ ഇരിക്കുകയാണെങ്കിലും ഫോളോ ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പലതും കണ്ടപ്പോൾ കാസർഗോഡ് വരെയുള്ള പല സന്യാസ ആശ്രമങ്ങളിലും സന്യാസിമാരുമായിട്ടും അദ്ദേഹം ബന്ധപ്പെട്ടു എന്ന് മാത്രമല്ല, വടക്കേ ഇന്ത്യയിലുള്ള ചില സന്യാസിമാരും സന്യാസിനിമാരും ഉൾപ്പെടെയുള്ള കൂട്ടത്തിൽ ഫോട്ടോ ഞാൻ കണ്ടു. അപ്പോൾ രാജേന്ദ്രസ്വാമി അടങ്ങിയിരിക്കുന്ന ഒരാളല്ല. അഖിലേന്ത്യാ തലത്തിൽ അദ്ദേഹത്തിന് വ്യാപകമായി സഞ്ചരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ഉയർച്ചയ്ക്കും വളർച്ചയ്ക്കും എനിക്ക് പ്രായം 86 ആയെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഇവിടെ പറയുകയാണ്. ഇനി സന്യാസിമാർ ഉപദേശം കൊടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മളുടെ ശ്രദ്ധയിൽ വേണ്ട കാര്യമാണ്. യഥാർത്ഥ ഗുരു എന്ന് പറയുന്നത് ആ ഉപദേശം കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട കാര്യമാണ്. അധ്യാത്മരാമായണത്തിൽ പല ഭാഗങ്ങളിലും ആത്മാനം ആത്മനാ കണ്ട് എന്ന വാക്ക് ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് അർത്ഥവത്തായി ഉപയോഗിക്കുന്ന ഗുരുവാണ് യഥാർത്ഥ ഗുരു. അതായത് എൻ്റെ 70-ാമത്തെ വയസ്സിൽ ഒരു ഗുരു 3-ാമത്തെ പ്രാവശ്യം ഉപദേശം തരുമ്പോൾ വെളുപ്പിലെ 3 മണിക്ക്
അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ ചെന്നു. അദ്ദേഹം എനിക്ക് ഒരു പീഠം തന്നു. ഞാൻ ആ പീഠത്തിലിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരവും എൻ്റെ ശരീരത്തിനോട് തുല്യമായ മറ്റൊരു ശരീരം എനിക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് ആണ് എനിക്ക് ഉപദേശം തോന്നുന്നത്. അതായത് ആത്മാ ചൈതന്യം, ആത്മാ ശരീരത്തിന് ഉപദേശം കൊടുക്കുന്ന ആ ഒരു രീതി, ഇത് ഇത്രയും മാത്രം ഒരു സന്യാസ സംവിധാനമുള്ള നമ്മുടെ സനാതന ധർമ്മ കർമ്മ ജ്ഞാനദാന ആചാര്യ ഋഷീശ്വര ഭാരത സംസ്കാരത്തിൽ ഞാൻ വണങ്ങിക്കൊണ്ട് ഈ ഇരിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവം ബഹുമാനപൂർവം നന്ദിപൂർവം അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞത് 2ാം പ്രാവശ്യമാണ്. എൻ്റെ പേര് നാഗരാജൻ. ആറ്റുകാല എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരു തമ്പാനൂർ ഓട്ടോ ഡ്രൈവറാണ്. 2 പ്രാവശ്യം വന്നപ്പം ഈ സ്വാമിയുടെ നല്ല സഹകരണം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ മഹത്തുക്കൾക്കും ഈ ലോക നന്മയ്ക്കായി അവതാരമെടുത്ത ഈ നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാർക്കും അതേപോലെ ഇവിടെ മഹത്തുക്കളായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഞാനിപ്പോൾ യാദൃച്ഛികമായിട്ട് ഇവിടെ വന്നു പെട്ടതാണ്. എങ്കിലും ഇങ്ങനെ ഒരു പുണ്യകർമ്മം ഇവിടെ നടക്കുന്നത് ഈ ലോക ശ്രേയസ്സിന് തന്നെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ്. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ കണ്ട് പരിചയിച്ചതും കേട്ട് പരിചയിച്ചതുമായ ഒരുപാട് സന്യാസിമാരുണ്ട്. ഞാൻ കാണാൻ ആഗ്രഹിച്ച തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ കൂടെ പഠിച്ച സ്വാമിമാരിവിടെ ഉണ്ട്. എൻ്റെ പ്രിയ സുഹൃത്തായ ഗുരുപ്രസാദ് അദ്ദേഹം ഇവിടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പ്രവർത്തിച്ചത്. പിന്നെ അദ്ദേഹത്തിന് സ്വാമി എന്ന് വിളിക്കണോ സന്യാസി എന്ന് വിളിക്കണോ കൂട്ടുകാരാന്ന് വിളിക്കണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഗുരുപ്രസാദ് തന്നെയാണ് ഞാൻ അഭിസംബോധന ചെയ്യുന്നത്. അതേപോലെ ശ്രേഷ്ഠനായ സ്വാമിക്കും എൻ്റെ നമസ്കാരം. എനിക്ക് പരിചയപ്പെട്ടില്ല, അറിഞ്ഞുകൂടാ, എങ്കിലും ഞാൻ അറിഞ്ഞു. അതേപോലെ ഇദ്ദേഹം സ്വാമിയെ ഞാൻ ഒരുപാട് പ്രാവശ്യം പല വേദികളിലും കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം നടക്കുന്ന ഒരു സദസ്സ് തന്നെ എന്താണെന്ന് എനിക്കൊരു വ്യക്തമായ ഒരു ധാരണയില്ല. എങ്കിലും ഞാൻ പിറന്ന നാട്ടിലെത്തിയ എല്ലാ സന്യാസിമാർക്കും ഞാൻ അവരുടെ പാതാരവിന്ദം ഞാൻ നമസ്കാരം ചെയ്യുന്നു. എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാവട്ടെ. ഇവിടെ എത്തിയ പുണ്യാത്മാക്കൾ, കാരണം നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടായത് തന്നെ ഒരു മഹാഭാഗ്യമാണ്. എല്ലാ സന്യാസിമാരെയും എല്ലാവരും അറിയണമെന്നില്ല. കാരണം നമ്മൾ ഈ ഒരുപാട് വിളിച്ചു കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ വിശ്വംഭരി ക്ഷേത്രം തന്നെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത്. കാരണം ഒരു പൂവ് വിടർന്നാൽ അവിടെ തേനീച്ച എത്തും. അതിന് മണമുണ്ട്. മണമുള്ള സ്ഥലത്ത് എത്തും. നമ്മൾ ആരെയും വിളിക്കണ്ട. പറന്ന് മനുഷ്യർ, കാരണം എവിടെ മണമുണ്ടോ എവിടെ പുണ്യമുണ്ടോ അവിടെ ആവശ്യക്കാരായ സാധാരണ ജനങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അവർ തേടി വരും. കാരണം അവർക്കൊരു ആശ്വാസത്തിന് അവരിങ്ങനെ തേടി നടക്കുകയാണ്. കാരണം പണം ഒന്നിനും ഒരു പരിഹാരമല്ല. 2 ഇഡ്ഡലി കഴിക്കുന്ന ഒരു ഉപയോഗമല്ല ഒരു സ്വർണ്ണ ബിസ്ക്കറ്റ് നമ്മളെ കയ്യിലിരുന്നാൽ. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചവരാണ്. കാരണം ഇന്ന് ദൂർത്തടിച്ച് മനുഷ്യൻ 2000 രൂപയിലെ ചെരുപ്പ്, 25,000 രൂപയിലെ ഷർട്ട്, 1.5 ലക്ഷം രൂപയിലെ സാരി, ഇങ്ങനെയൊക്കെ ഉടുത്ത് ധാരാളം പേര് നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു നേരത്തെ ആഹാരത്തിന് മാർഗമില്ലാത്ത നമ്മളെ മുമ്പിൽ പിടഞ്ഞു വിടുന്ന് മരിക്കുന്ന ജനങ്ങൾ സാധാരണ ധാരാളമുണ്ട്. ഇവർക്കൊക്കെ ഒരു ആശ്രയം ഇങ്ങനെയുള്ള സന്യാസിമാരിൽ കൂടെ മാത്രമേ ഈ ധർമ്മം പ്രചരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുപോലെ ഈ സന്യാസിമാരെന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് വെറും ഭിക്ഷക്കാരാണ്. നമ്മൾ ഗൃഹസ്ഥരായ ആൾക്കാർ അവരെ സഹായിക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക. കാരണം ഇവർ വളർന്നു വരുന്നതാണ് നമ്മുടെ ആവശ്യം. നമ്മുടെ നന്മയാണ് അവരുടെ ആവശ്യം. കാരണം അവർക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് ഒരു നേരത്തെ ആഹാരം മാത്രമേ ഭൂമിയിൽ നിന്ന് മതി. അത് എവിടുന്നെങ്കിലും അവർക്ക് ഇങ്ങനെ ഒരു കാറ്റിക്കൂടെങ്കിലും അവർക്ക് കിട്ടിക്കോളും. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എങ്കിലും ഇവിടെ വന്ന് കണ്ടത് എൻ്റെ ഒരു മഹാഭാഗ്യമാണ്. ഞങ്ങൾ എല്ലാവരുടെയും ഭാഗ്യമാണ്, പ്രത്യേകിച്ച് എൻ്റെ നാട്ടിൻ്റെ. ശരി, നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഗുരുക്കന്മാർക്കും, എല്ലാവരും എനിക്ക് ഗുരുക്കന്മാരാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംസാരിക്കുന്നില്ല എന്ന് നേരത്തെ പൂജനീയായ സ്വാമിയോട് പറഞ്ഞു കഴിഞ്ഞതാണ്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ സമൂഹത്തിൽ നിന്ന് ഒളിച്ചു നിൽക്കാൻ, സമൂഹത്തിൽ മാറി നിൽക്കാനും ഒളിച്ചു നിൽക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ എന്നെ സമൂഹത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നത് മണിയാമന സ്വാമിയാണ്.
സ്വാമിയാണ് എന്നെ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവന്നത്. ഞാൻ അങ്ങനെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ, പല ആശ്രമങ്ങളിലായിരുന്നു. അപ്പോൾ അതൊന്നും നിഷേധിക്കുന്നില്ല. അപ്പോൾ നന്ദി പറയാനാണ് എന്നെ സ്മരണപ്പെടുത്തിയിട്ടുള്ളത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അതിൽ ഒരു തരം ഭ്രഷ്ട് കൽപ്പിക്കപ്പെടും പോലെ നോർത്ത് ഇന്ത്യയിൽ അനുഭവിച്ചിട്ടുണ്ട്. മഹർഷി വേദവിജ്ഞാന വിശ്വവിദ്യാപീഠത്തിൽ ജ്യോതിഷിയായി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ ഇരുന്ന് മുറിയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരുന്നു. ഹരിദ്വാറിൽ പോയി ആനന്ദ ഭൈരവ ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് മടങ്ങി അവിടെ താടിയും മുടിയും വളർത്തിയ സന്യാസിമാരോട് ഒരു ഉപദേശം ചോദിക്കാൻ അടുത്ത ഒരു അമ്പലം എവിടെ, ഭൈരവക്ഷേത്രം എവിടെയും ചോദിക്കാൻ ശ്രമിച്ചപ്പോൾ ബാഹർ ജാവോ എന്ന് എന്നോട് പറയും, പുറത്തു പോകാൻ. കാരണം അവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ. അന്ന് ഈ പറഞ്ഞ തലമുണ്ടനം ചെയ്തിരുന്നു, ഈ പറഞ്ഞ ഷേവിയത മുഖമാണ്. അവരുടെ ആളല്ല ഞാൻ, ഹിന്ദുവാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പൊ ഇങ്ങനെ കുറേ അനുഭവങ്ങളിലൂടെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പോഴും ഇവിടെ കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഉന്നയിക്കാനുള്ള കാരണം. എനിക്ക് ദീക്ഷ കിട്ടിയത് ശരിക്കും നിലച്ചിരിക്കാത്ത നേരത്ത് ഞാൻ ഉണ്ടായിരുന്ന പൂജാരിയായിരുന്ന ആശ്രമത്തിൽ ഒരു സന്യാസശ്രേഷ്ഠൻ വരികയും എന്നെ കണ്ടിട്ട് സംഘാടനം ചോദിച്ചു, ഇയാൾക്ക് ദീക്ഷ കിട്ടിയോ എന്ന് ചോദിച്ചു. പറഞ്ഞില്ല, കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. ദീക്ഷയ്ക്ക് അർഹനാണെന്ന് പറഞ്ഞ് എനിക്ക് ദീക്ഷ തന്നെയാണ്. ഞാൻ ആഗ്രഹിച്ചതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടായിരുന്നു, ആഗ്രഹിച്ചതെന്ന് പക്ഷെ ആവശ്യപ്പെട്ടതല്ല. അതാണ് സ്ഥിതി. പിന്നെ എനിക്കാകെ പറയാനുള്ളൊരു കാര്യം, ഞാൻ വിശ്വസിക്കുന്നത് ജ്ഞാനമാണ് അപരത്വം, ജ്ഞാനികൾ അവതാരം. ജ്ഞാനമാണ് മോക്ഷം, മറ്റൊന്നും മോക്ഷമല്ല. ബാക്കിയെല്ലാം ജ്ഞാനത്തിലുള്ള വഴിയാണ്. ഞാൻ ജ്ഞാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വന്നപ്പോഴെല്ലാം വളരെ ജ്ഞാനികളായ ആൾക്കാരെ, സന്യാസിമാരെ അല്ലെങ്കിൽ വേറും വ്യക്തികളായിക്കോട്ടെ, അവരുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിഞ്ഞു. അത് സത്സംഗമാണെന്ന് വിശ്വസിക്കും. ഞാൻ പറയാറുണ്ട്, സത്സംഗം എന്ന് പറയുന്നത് സത്തുമായിട്ടുള്ള സംഘമാണ്. ആ സത്ത് ബ്രഹ്മമാണ്, ബ്രഹ്മമായിട്ടുള്ള സംഘമാണ് സത്സംഗം എന്ന് പറയാറുള്ളതാണ്. ഞാൻ അങ്ങനെ പുസ്തകം എഴുതിയിട്ടുള്ള ആളാണ്. പക്ഷെ ഇവിടെ ആ ബ്രഹ്മനിഷ്ഠരായ ആൾക്കാരെ കണ്ടുമുട്ടാൻ കഴിയുമ്പോൾ അവർ തന്നെയാണ് ബ്രഹ്മമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരോട് സഹകരിക്കുമ്പോൾ കൂടുതൽ അറിവ് എനിക്ക് കിട്ടുന്നു. നമ്മൾ സന്യാസി എന്ന പേരിൽ അറിയപ്പെടാൻ അല്ല, അദ്ദേഹത്തെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കും, മോഹൻലാൽജി. അദ്ദേഹം ഇന്ന് സംസാരിച്ചു. അതുപോലെ പ്രഭാനന്ദ സ്വാമിയായിട്ട് സംസാരിച്ചു. ഞങ്ങൾ 3 പേരും കൂടി സംസാരിച്ചപ്പോൾ ഒട്ടു വളരെ കാര്യങ്ങൾ പുറത്തു വന്നു. അതുപോലെ 108 മർമ്മമേ ഉള്ളൂ പഠിച്ച് ഞാൻ 148 മർമ്മമല്ല, 1000 മർമ്മമുണ്ടെന്ന് മനസ്സിലാക്കി. ഉപനിഷത്തുകൾ 108 അതിനേക്കാൾ ഉപരിയാണെന്ന് മനസ്സിലാക്കി. ഇവിടെ നിന്ന് അത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ എനിക്ക് കിട്ടിയ അറിവല്ല എന്ന് ഞാൻ അറിഞ്ഞത് വളരെ തുച്ഛമാണെന്നും ഏറെ അറിയാനുണ്ടെന്നും എനിക്ക് ഇവിടെ വന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു വേദി ഒരുക്കിയത് ഈ രാജേന്ദ്രനാഥ സ്വാമിയാണ്. ആദ്യമായിട്ടില്ല ഞാൻ അവിടെ കൂടെ വന്നിട്ട്. ഇപ്പോൾ ഈ സത്സംഗങ്ങളുടെ വേദി ഇവിടെ ഓരോ മാസവും ഒരു പ്രത്യേക ദിവസം സംഘടിപ്പിക്കുകയാണെങ്കിൽ ഒരുപാട് അറിവുള്ളവരോട് വരികയും അറിവിൽ നിന്ന് ഒരുപാട് അറിവ് നേടാനാവുകയും ചെയ്യും. സന്യാസി വേഷം കെട്ടിയതുകൊണ്ട് സന്യാസി ആവില്ല. അറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. വേദമല്ല അറിയേണ്ടത്, വേദാന്തമാണ്. ഞാൻ വേദം പഠിച്ചിട്ടില്ല, പഠിക്കാൻ താല്പര്യമില്ല. വേദം ബ്രാഹ്മണനുള്ളതാണെന്ന് പറഞ്ഞു, ഞാൻ ബ്രാഹ്മണനല്ല. ബ്രഹ്മജ്ഞാനേന ബ്രാഹ്മണ എന്ന് പറയാൻ ഞാൻ പോകുന്നില്ല. ബ്രഹ്മനിഷ്ഠനാണ് ബ്രാഹ്മണൻ, ബ്രഹ്മാനിഷ്ഠവാൻ ബ്രാഹ്മണ എന്ന് പഠിച്ചാണ്. അപ്പോൾ അറിവ് എന്ന് പറയുന്നത് അന്വേഷിക്കുന്നു. ഇവിടം അറിവിൻ്റെ പ്രചാരണത്തിൻ്റെ, സത്സംഗത്തിൻ്റെ, ചർച്ചകളുടെ വേദിയായി പണ്ഡിതന്മാർ സംസാരിക്കുകയും കേൾവിക്കാരുണ്ടാവുകയും അവരും കുറേശ്ശെ കുറച്ച് ജ്ഞാനങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ സമൂഹത്തിൽ ഉദ്ധാരണം സംഭവിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി ഈ വലിയ ആശ്രമമാണ്. എനിക്ക് ആകെപ്പെടെ ഒരു ചെറിയ ആശ്രമമാണ് സൂര്യവംശി മഠം. 6 പേർക്ക് എൻ്റെ മുറി ഇരിക്കാൻ പറ്റും. എനിക്കും കുട്ടി 7 കസേര, താഴെ വേണമെങ്കിൽ 6 പേർക്ക് ഇരിക്കാൻ പറ്റും. ഇത്രയും സൗകര്യമുള്ള കൊച്ചു സ്ഥലത്താണ് ഞാൻ ആശ്രമമായിട്ട് ജീവിക്കുന്നത്. ഇവിടെ വരുമ്പോഴല്ല ഇത്രയും പേർക്കല്ല, ഇതിൻ്റെ 10 ഇരട്ടി ആളേക്ക് ഇരിക്കാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അതെല്ലാം ഒരുക്കിയിരിക്കുന്നത് വെറുതെ ഇടാനല്ല, പ്രയോജനപ്പെടുത്താൻ. അറിവുള്ളവർ വരണം, അറിയാൻ ആഗ്രഹിക്കുന്നവർ വരണം, എല്ലാവരും കൂടിച്ചേരണം. അങ്ങനെ അറിവിൻ്റെ ഒരു യൂണിവേഴ്സിറ്റി, ഒരു വിദ്യാലയം ആയത് മാറണം എന്ന് ഞാൻ ഇതിൻ്റെ സംഘാടകരുടെ അപേക്ഷിക്കുകയാണ്. ഒപ്പം ഇപ്പോൾ മണ്ഡൽ മഹന്ത് സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട രാജേന്ദ്ര സ്വാമിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് സ്നേഹം എന്താണെന്ന് പഠിക്കുന്നു, വിനയം പഠിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങളായിട്ട് ഞാനത് കാണുന്നു. എല്ലാവർക്കും നമസ്കാരം, നമസ്കാരം, നമസ്കാരം. സദ്ഗുരുവേ നമഃ. കലിയുഗത്തില് എനിക്ക് സ്നേഹിക്കാൻ ലോക ജനതയുടെ രൂപത്തിൽ ആവിർഭവിച്ച ലോക മാനവരാശിയുടെ പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന
മഹാപുണ്യാത്മാക്കൾക്ക് ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. നമ്മൾ എല്ലാവരും തലയുള്ളവരാണ്. ഈ തലയെടുപ്പോടുകൂടി ഭാരതത്തിൽ ഒരു ജന്മം തന്നെങ്കിൽ സ്വന്തം തലയ്ക്കകത്തിരിക്കുന്ന ആത്മചൈതന്യത്തെ, ശിവത്തെ നാം തിരിച്ചറിഞ്ഞാൽ മഹാകാര്യത്തിനാണ് ഭാരതത്തിൽ ഒരു ജന്മം തന്നത്. ആത്മാവിനെ അറിയുക, ആത്മാർത്ഥമായിട്ട് ജീവിക്കുക, അത് സനാതനധർമ്മത്തിൻ്റെ ആകെ സത്താണ്. ഇത് ഇന്നല്ല എന്നും ഇവിടെ നിലനിൽക്കുന്ന ഇത് മതമല്ല, മനപരിവർത്തനമാണ്. നമ്മുടെ ആത്മാവിനെ നാം എത്രത്തോളം സ്നേഹിക്കുന്നോ അത് പ്രതിഫലിപ്പിക്കുമ്പോഴാണ് ആത്മാർത്ഥത ഉദിക്കുന്നത്. ഞാനെന്ന് പറയുന്നത് എല്ലാവരും ഒരു വേഷം കെട്ടാണ്. ഈ വേഷം കെട്ടി അഭിനയിക്കുവാൻ മഹാദേവന്റെ ദൈവത്തിന്റെ അത്ഭുത സൃഷ്ടിയാണ് മാനവര്. ആ മാനവ ജന്മം തന്ന് എന്നെ ഈ ഭൂലോകത്ത് ഒരു ജന്തുവായാണ് സൃഷ്ടിച്ചത്. പക്ഷേ ഈ മഹാത്മാക്കളുടെ മഹനീയ സാന്നിധ്യവും ഗുരുപരമ്പരയുടെ നാട്ടിലും ചിന്താലേശ്വരന്റെ മഹാകാരുണ്യവും ദുർഗാനന്ദ സ്വാമിയുടെ സത്സംഗവും പ്രഭാകര സ്വാമി എന്ന് പറയുന്ന പ്രഭാകടാക്ഷത്തിന്റെ ആ വിനീതമായ ആ ചേർത്തുപിടിക്കലും എനിക്ക് ഒരു പരിവർത്തനം തന്നു. അത് ലോകത്തെ സർവ മാനവരാശിയും 5 വയസ്സ് മുതൽ സ്വയം പ്രഭ നേടുവാൻ, അവനവന്റെ ചിന്താതലത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന തെറ്റായ വീക്ഷണങ്ങളും തെറ്റായ കാഴ്ചപ്പാടുകളും മാറുവാൻ, മാനവരാശി സ്വയം പ്രകാശിക്കുവാൻ ഈ സനാതന രഹസ്യം, ഈ വേദാന്തം, അമ്മ എന്താണ്, അച്ഛൻ എന്താണ്, കുടുംബം എന്താണ്, അക്ഷരമെന്താണ്, ജീവിതം എന്താണ്, ഇതെല്ലാം അവനവനിൽ മനുഷ്യ വിളക്ക് തിളങ്ങുവാനാണ് ഈ ഗുരുപരമ്പര, ഈ ത്യാഗോജ്ജലമായ പ്രവൃത്തികൾ ഭാരതത്തിൽ നാളതുവരെ നടത്തിക്കൊണ്ടിരുന്നത്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ഭാരതത്തിൽ ഇന്ന് ആ സത്സംഗം, ജീവന്റെ ആ പ്രകാശം പറഞ്ഞു കൊടുക്കാൻ സത്സംഗങ്ങളുടെ കുറവുകളോ അല്ലെങ്കിൽ അത് ചെയ്യുവാൻ മറ്റ് ഇതര കാഴ്ചപ്പാടുകളും ഇതര വീക്ഷണങ്ങളുമുള്ള സമീപനമുള്ള ജന്തുതലത്തിൽ കിടക്കുന്ന ആൾക്കാരുടെ പ്രവർത്തനം ഇന്ന് കൂടുതലാണ്. ഹിന്ദുവായിട്ട് ഉണരുന്നില്ല, ആത്മവിശ്വാസം എന്താണെന്നറിയുന്നില്ല. അമ്മ ആത്മാവാണ്, അച്ഛൻ ആത്മാവാണ്, ഞാൻ ആത്മാവാണ്, ഞാൻ എന്തോ മഹാകാര്യത്തിനാണ് വന്നത്. വിദ്യാഭ്യാസം അതിനില്ലെങ്കിൽ കുഴപ്പമില്ല, വിവരമുണ്ടാകണം. ജീവിതം തൊലയാതിരിക്കുവാൻ ചിന്തിച്ചു കൂട്ടുന്നത് പോസിറ്റീവ് ആണെങ്കിൽ, നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ വിശ്വംഭരിയായിട്ട് ഈ പ്രപഞ്ചത്തെ കീഴടക്കുന്ന പവർ അവരവരുടെ ഉള്ളിലിരിക്കുന്നു. അത് സ്നേഹമാണ്. സദാശിവം എപ്പോഴും എല്ലാവരെയും, എല്ലാ മാനവരാശിയെയും ഇനിയും അനന്തകോടി വർഷം ഈ ഭാരതം ഇങ്ങനെ സനാതനധർമ്മത്തിൽ ശോഭിക്കട്ടെ. എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മഹന്തുക്കൾക്കും എൻ്റെ എളിയ പ്രമാണം. വിനയീ വേദാന്തി. ഭഗവാൻ പത്മനാഭസ്വാമിയുടെ പാദങ്ങളിൽ നിന്ന് ആരംഭിക്കണം എന്നാണ് നിശ്ചയിച്ചത്. കാരണം ഭഗവാന്റെ സന്നിധിയിൽ നിന്ന് തുടങ്ങിയ ഒരു പ്രൊജക്റ്റുകളും ഒരിക്കലും നിന്നതായിട്ടുള്ള ചരിത്രമില്ല. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ജില്ലയിൽ നിന്ന് ആരംഭിച്ചത്. അവസാനം എത്തിച്ചേരേണ്ടത് കാസർഗോഡ് ജില്ലയിലാണ്. അതുകൊണ്ട് ഓരോ ജില്ലകളിലേക്കും ഇതിൻ്റെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കണം എന്നും പ്രാർത്ഥിക്കുന്നു. അടുത്ത വർഷം ആദ്യമായി കേരളത്തിൽ ഏറ്റവും വലിയ രീതിയിലുള്ളതായ അഖാഡകളുടെ സഹായത്തോടെയുള്ളതായ കുംഭമേള നവാമുകുന്ദ ക്ഷേത്രത്തിന് മുൻപിൽ ഭാരതപ്പുഴയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനവും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും. ഭാരതം എന്ന
മൂന്നക്ഷരത്തിൻ്റെ കൂടെ ആകെ ഒരു നദിക്ക് പേരുള്ളൂ, അതാണ് ഭാരതപ്പുഴ. അതുകൊണ്ട് 250 കിലോമീറ്റർ ഉണ്ടെങ്കിലും അതിൻ്റെ പല ഭാഗങ്ങളും കിലോമീറ്ററുകൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെടുന്ന വെള്ളം ആരും അറിയാതെ കട്ടുകൊണ്ടുപോകുന്നതായ ഒരു സാഹചര്യം നമുക്ക് പലപ്പോഴും കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക ഭാഗങ്ങളിൽ ആനമലയുടെ ആന്തരികമായ കാടുകളിലേക്ക് നമ്മളെ ആരെയും കടത്തിവിടില്ല. കാരണം ഈ നദിയുടെ വലിയ ഭാഗത്തെ അണ്ടർഗ്രൗണ്ട് ടണൽ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നാണ് വെള്ളം കടത്തിക്കൊണ്ടു പോകുന്നത്. ഭാരതദേശത്തിലായതുകൊണ്ട് ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിന് സഹായമാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ സന്യാസിമാർ എന്ത് ചെയ്യാനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ചടങ്ങ് ഇവിടെ നടന്നു. ഭഗവതിയുടെ സന്നിധാനത്തിൽ ഇന്നലെ ഭഗവത് സേവയും വലിയ ഹോമങ്ങളും നടന്നു. ഇന്ന് കാലത്ത് സിമ്പിൾ ഗണപതി ഹോമം മാത്രം നടത്തിയിട്ടാണ് ഈ ചടങ്ങിലേക്ക് വന്നത്. അഷ്ടകോഷ്ട മഹന്ത് ശ്രീ സച്ചിവ് രാഹുൽ ഗിരി മഹാരാജനും നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇവിടുത്തെ ചടങ്ങുകളിൽ അഗ്നി സമർപ്പിക്കുകയും ഹോമത്തിന് തയ്യാറാക്കുകയും ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ മാതാജി, സ്നേഹനിധിയായ മാതാജി, 190ാമത്തെ ശിഷ്യ മാതാജി ഉഷ ജ്യോതി പ്രിയാനന്ദ സരസ്വതി അമ്മയ്ക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം ഈ ചടങ്ങ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ മനോഹരമായി നമ്മുടെ രാജേന്ദ്രാനന്ദ സരസ്വതി സ്വാമിജിയുടെ ആ സ്ഥാനാരോഹണ ചടങ്ങ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. ഇതിൽ വലിയൊരു നിമിത്തം കാണുന്നുണ്ട്. ഓരോരുത്തരെ ഇങ്ങനെ വന്ന് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തീരാറാവുമ്പോഴും തീരുന്ന സമയത്തും ഒക്കെ ഓരോരുത്തരെ കയറി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനിയും ഒരുപാട് പേര് ഇനി വന്നുകൊണ്ടിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പം നമ്മൾ മഹാമണ്ഡലേശ്വരായി പ്രഖ്യാപിക്കപ്പെട്ട പൂജനീയ ഗുരുനാഥൻ സ്വാമിജിമാരുടെ അതിൻ്റെ പരമാചാര്യൻ്റെയും ഒക്കെ നിർദ്ദേശപ്രകാരം ഓരോ ജില്ലയിലും മണ്ഡൽ മഹന്തുമാരെ പ്രഖ്യാപിക്കും. അങ്ങനെ 14 ജില്ലകളിലും മണ്ഡൽ മഹന്തുമാരെ പ്രഖ്യാപിച്ചതിന് ശേഷം 2027 നാസിക്കിൽ വെച്ച് നടക്കുന്ന കുംഭമേളയിൽ വെച്ചിട്ടാണ് പൂജനീയ സ്വാമിമാർക്ക്, മണ്ഡൽ മഹന്തുമാർക്ക് എല്ലാവർക്കും ആചാരവിധിപ്രകാരമുള്ള അഖാഡയുടെ ഏറ്റവും ഉന്നത തലത്തിൽ തുടങ്ങി ഏറ്റവും താഴെ വരെയുള്ള മുഴുവൻ സന്യാസിമാരുടെയും സാന്നിധ്യത്തിൽ അവിടെ വെച്ച് സ്നാനവും മറ്റുള്ള കാര്യങ്ങളും നടക്കുന്നത്. ഇതിപ്പോൾ ഒരു പ്രഖ്യാപനം എന്നത് പൂജനീയ ഗുരുനാഥനിലൂടെ വളരെ വ്യക്തമായി നടത്തിക്കഴിഞ്ഞു. മണ്ഡൽ മഹന്തിൻ്റെ പ്രധാന ലക്ഷ്യം എല്ലാവരെയും ഒരുപോലെ ചേർത്ത് ഒരുമിച്ച് നിർത്തുക എന്നതാണ്. അതിനായി അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പണ്ഡിതസ്വാമി ആവാഹന അഖാഡയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഒരു ആസ്ഥാനമാണ് ഈ സത്സംഗാശ്രമം. അതും സനാതനധർമ്മം എന്ന് തുടങ്ങുന്നതാണ്. അതുതന്നെയാണ് ഏറ്റവും വലുത്. പൂജനീയ ഗുരുനാഥൻ പ്രഭാരാനന്ദ സരസ്വതി സ്വാമിജി ആശ്രമം സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ ആശ്രമത്തിന് അദ്ദേഹം ഇട്ട പേര് അയ്യപ്പ സേവാശ്രമമാണ്. കലിയുഗവരതനായ അയ്യപ്പസ്വാമിയുടെ പേരിലുള്ള ലോകത്തിലെ ആദ്യത്തെയും ഇപ്പോഴും ഒരു സന്യാസാശ്രമം വേറെ ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്യാസാശ്രമമാണ്. അതിൻ്റെ കീഴിലാണ് ബാക്കി വന്നിരിക്കുന്ന ആശ്രമങ്ങളെല്ലാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യകളായിട്ടുള്ളവർ തുടങ്ങിയിരിക്കുന്ന പല ആശ്രമങ്ങളുടെയും പേരിൻ്റെ ആദ്യമല്ലെങ്കിൽ അവസാനം സത്സംഗം അല്ലെങ്കിൽ സനാതനം എന്നുള്ളത് വ്യക്തമായിട്ട് അതിലുണ്ട്. അതുകൊണ്ട് ഈ ആശ്രമത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാ പ്രിയപ്പെട്ടവരും ഇനി ഇത്രയും വരെ എങ്ങനെയൊക്കെ ആയിരുന്നോ അതിലുപരി കൂടുതലായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു മനോഹരമായ ചടങ്ങ് യതിപൂജയിലേക്ക് വേണ്ടി കടക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.
സാധുദർശനം, പാപവിമോചനം. സംസ്ഥാന സന്യാസി സഭ കേരള പ്രസിദ്ധീകരണത്തിന് ഭാരതത്തിലെ ഏറ്റവും പ്രാചീനമായ ശ്രീ പഞ്ചദശനാമ ആവാഹൻ അഖാഡയുടെ കേരള പ്രദേശ് ഘടകത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ മണ്ഡൽ മഹന്ത് എന്ന സ്ഥാനത്തേക്ക് സംസ്ഥാന സന്യാസി സഭയുടെ അംഗമായ മലയൻകീഴ് സനാതന സത്സംഗാശ്രമം മഠാധിപതി യോഗി രാജേന്ദ്രാനന്ദ സരസ്വതിയെ അഖാഡയുടെ ദക്ഷിണ ഭാരത പ്രഥമ മഹാമണ്ഡലേശ്വർ ഡോക്ടർ ഹിസ് ഹോളിനസ് സ്വാമി പ്രഭാകരാനന്ദ സരസ്വതി മഹാരാജ് പ്രഖ്യാപിച്ചു. വിശേഷ ഹോമപൂജാ ചടങ്ങുകളോടെയായിരുന്നു കലശാഭിഷേകത്തോടെ പ്രഖ്യാപനം. സംസ്ഥാന സന്യാസി സഭ രക്ഷാധികാരി വിശ്വബ്രഹ്മ ശങ്കരാചാര്യ പീഠാധീശ്വർ ദണ്ഡിസ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ് വിശിഷ്ടാതിഥിയായിരുന്നു. യോഗി മണികണ്ഠാനന്ദ സരസ്വതി, രാജവൈദ്യൻ മോഹൻലാൽ, അവധൂത് ഗുരുപ്രസാദ് ജി, മാതാജി ഉഷ ജ്യോതി പ്രിയാനന്ദ സരസ്വതി, സ്വാമി വേണുഗോപാലാനന്ദജി, യോഗി സതീശാനന്ദ സരസ്വതി, സ്വാമി പ്രഭാകരാനന്ദഗിരി, ഡോക്ടർ സജിത ഭദ്രൻ, സനാതന ചിന്തകൻ KG മനോജ് എന്നിവരും നിരവധി ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു.